السلام عليكم ورحمة الله. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിന്റെ രൂപമെന്ത് ഷെയ്ഖ് മുഹമ്മദ് നാസിറുദ്ദീൻ അൽ അൽബാനി റഹിമഹുള്ളയുടെ വളരെ പ്രസിദ്ധമായ ഒരു പുസ്തകമാണ് സിഫത്തു സ്വലാത്തിൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തിന്റെ രൂപം. മിനത് തക്ബീരി ഇല തസ്ലീമി കഅന്നക തറാഹ. തക്ബീർ മുതൽ സലാം വീട്ടുന്നത് വരെ നീ കാണുന്നത് പോലെ, അതായത് നബിയുടെ നമസ്കാരം നീ കാണുന്നത് പോലെ മനസ്സിലാക്കുവാൻ. ഇതേ പുസ്തകം തന്നെ 3 വാള്യങ്ങളിലായി ഇതിന്റെ വിശദമായ ചർച്ചയോടുകൂടി അദ്ദേഹം തന്നെ രചിച്ചിട്ടുണ്ട്. ഇത് ചുരുക്കി 3 തരത്തിൽ ഈ പുസ്തകം കാണാം. പല ഭാഷകളിലേക്കും പരിഭാഷപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. മലയാളത്തിലേക്കും ആരോ ഇംഗ്ലീഷിൽ നിന്ന് പരിഭാഷപ്പെടുത്തി. ഈ പുസ്തകം ഞാൻ ഇന്ന് വായിക്കുന്നില്ല. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമസ്കാരത്തിന്റെ പ്രാധാന്യവും അതിന്റെ ഗൌരവവും, എന്തുകൊണ്ട് നമസ്കാരത്തെ നമ്മൾ ഗൌരവത്തിൽ കാണണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചതുപോലെ നമസ്കരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർദ്ദേശിച്ചത് എന്തുകൊണ്ടാണ്, ഈ പ്രാധാന്യങ്ങൾ മനസ്സിലാക്കാൻ ഈ പുസ്തകത്തിൽ പറയാത്ത ഖുർആനിലും ഹദീസിലുമുള്ള ചില കാര്യങ്ങളാണ് ഇവിടെ ഉണർത്താൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമതായി, നമസ്കാരം എന്ന് പറയുന്നത് സൂറത്തുൻ നിസായിലെ 103-ാമത്തെ ആയത്തിലും മറ്റൊരുപാട് ആയത്തുകളിലും, ഒന്നല്ല ഒരുപാട് ആയത്തുകളിൽ പറയപ്പെട്ടതുപോലെ സത്യവിശ്വാസികളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതൻ. എപ്പോഴെങ്കിലും നിസ്കരിച്ചാൽ പോരാ, മൗഖൂത്താൻ, സമയം നിശ്ചയിക്കപ്പെട്ട ഒരു നിർബന്ധ കാര്യമാകുന്നു സത്യവിശ്വാസികളുടെ മേൽ നമസ്കാരം. അപ്പൊ നമുക്ക് സൗകര്യമുള്ളപ്പോഴല്ല, സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ആ സമയത്തിനുള്ളിൽ നമസ്കരിക്കണം. അതിൽ പിന്നെ ചില ആനുകൂല്യങ്ങളുള്ളത് വേറെ വിശദീകരിക്കപ്പെടും. ഈ അർത്ഥത്തിലുള്ള ഒരുപാട് ആയത്തുകൾ വിശുദ്ധ ഖുർആനിൽ കാണാം. ഹദീസ് പരിശോധിച്ചാലും ഒരുപാട് ഹദീസുകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിനെ യമനിലേക്ക് പ്രബോധകനായി അയച്ചു. അവിടെ ജൂത ക്രിസ്ത്യാനികളാണ് ഉള്ളത്. അവിടെ ചെന്നാൽ എന്താണ് ആദ്യം പറയേണ്ടത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്തു. അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കാര്യമാണ്. ആ ഷഹാദത്ത് അവർ അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവരോട് പറയേണ്ടത്? ഫഅലിംഹും അന്നല്ലാഹ അഫ്തറ അലൈഹിം 5 സ്വലവാത്തിൻ ഫീ കുല്ലി യൗമിൻ വലൈല. എല്ലാ രാവിലും പകലിലുമായി എന്നാൽ ഓരോ ദിവസവും 5 നമസ്കാരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മേൽ നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നും നീ അവരെ അറിയിക്കണം. അപ്പോ ഷഹാദത്ത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താണ്? ഷഹാദത്ത് കഴിഞ്ഞാൽ, ഒരാൾ മുഅ്മിനായി കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമസ്കാരമാണ്. അതാണ് രണ്ടാമത്തെ കാര്യമായി ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. മറ്റു കാര്യത്തിന് ശേഷം പറയുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും, വിശ്വാസിയായ മുസ്ലിമായ ഒരാൾ നമസ്കരിക്കൽ നിർബന്ധമാണ്. മുകളിൽ വായിച്ച ആയത്തിലും എന്താണുള്ളത്? അലൽ മുഅ്മിനീന, സത്യവിശ്വാസികളുടെ മേൽ അല്ലാഹു നമസ്കാരത്തെ നിർബന്ധമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരാൾ മുഅ്മിനാകാൻ നിർബന്ധമായ നമസ്കാരം അനുഷ്ഠിച്ചിരിക്കണം. കഅബാലയത്തെ നിർമ്മിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു കൽപ്പിച്ചു. മകൻ ഇസ്മായിൽ അലൈഹിമുസ്സലാം, ഈ രണ്ടുപേരോടും അത് ഉണ്ടാക്കാനും ശുദ്ധീകരിക്കാനും കൽപ്പിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. ഇതുമായി ബന്ധപ്പെട്ട ആയത്തുകളിൽ 2 സ്ഥലത്ത് എന്തിനാണ് കഅബാലയം അല്ലാഹു പറയുന്നത്? അൻ ത്വഹിറ ബൈതിയ ലിത്വാഇഫീന വൽ ആകിഫീന വറുക്കഇ സുജൂദ്. നിങ്ങൾ രണ്ടുപേരും, അതായത് ഇബ്രാഹിമിനോടും ഇസ്മായിലിനോടും അലൈഹിമുസ്സലാം, നിങ്ങൾ രണ്ടുപേരും എന്റെ ഭവനത്തെ തവാഫ് ചെയ്യുന്നവർക്കും ഇഅ്തികാഫിരിക്കുന്നവർക്കും റുക്കൂഉം സുജൂദും നിർവഹിക്കുന്നവർക്കുമായി ശുദ്ധീകരിക്കുക. ഇവിടെ റുക്കൂഉം സുജൂദും കൂട്ടി പറഞ്ഞാൽ നമസ്കാരത്തെക്കുറിച്ചാണ്. നമസ്കാരത്തെക്കുറിച്ച് ഖുർആനിൽ ഉപയോഗിച്ച 3 വാക്ക്: 1 നൃത്തം, 2 റുക്കൂഉ, 3 സുജൂദ്. ഇവിടെ അത് രണ്ടും ചേർത്ത് പറഞ്ഞു, റുക്കൂഉം സുജൂദും നിർവഹിക്കുന്നവർ എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവർ. സൂറത്തുൽ ഹജ്ജിലെ 26-ാമത്തെ ആയത്തിൽ വതഹിർ ബൈതിയ ലിത്വാഇഫീന വൽ ഖായിമീന വറുക്കഇ സുജൂദ്. തഹിർ, നീ എന്ന് പറഞ്ഞാൽ അവിടെ ഇബ്രാഹിം നബിയോടാണ്, രണ്ടാളോടുള്ള കൽപ്പനയാണ്. ഇവിടെ ഇബ്രാഹിം നബിയോടാണ് സംബോധന. നീ എന്റെ വീടിനെ ശുദ്ധീകരിക്കണം. തവാഫ് ചെയ്യുന്നവർക്ക്, ഖായിമീൻ നിൽക്കുന്നവർക്ക് എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്നവർക്ക്,
പിന്നെ റുക്കൂഴും സുജൂദും നിർവഹിക്കുന്നവർക്കും. അപ്പൊ ഖുർആൻ രണ്ട് സ്ഥലത്ത് കഅബാലയത്തെ നിർമ്മിച്ച് ശുദ്ധീകരിക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? ഒന്ന് ഇഅ്തികാഫ്, രണ്ട് തവാഫ്, അതേപോലെ നമസ്കരിക്കുന്നവർ. പിന്നെ ഇസ്ലാം കാര്യങ്ങൾ, ഈമാൻ കാര്യങ്ങൾ നമുക്കറിയാം. 5ഉം 6ഉം 11 കാര്യങ്ങൾ. അതിൽ ഈമാൻ കാര്യങ്ങൾ എന്നറിയപ്പെടുന്ന അർക്കാനുൽ ഇസ്ലാം എന്ന 5 കാര്യങ്ങളിൽ ഒന്നാമത്തേത് നേരത്തെ പറഞ്ഞ സാക്ഷ്യവചനമാണ്. പിന്നെ എന്താണ്? ഇഖാമിസ് സ്വലാത്തി. 5 കാര്യങ്ങളിൽ ഇസ്ലാം സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തേത് സാക്ഷ്യവചനമാണ്. പിന്നെ നമസ്കാരം നിലനിർത്തലാകുന്നു. അപ്പൊ അവിടെ എന്താ? ഇസ്ലാം കാര്യം ഈമാൻ കാര്യം ഉണ്ടാകുമ്പോഴാണ് ഒരാൾ മുസ്ലിമായി മാറുന്നത്, പരിപൂർണ മുസ്ലിം ആകുന്നത്. അപ്പൊ ഷഹാദത്ത് അംഗീകരിച്ചാൽ പിന്നെ അവൻ എന്ത് ചെയ്യണം? നമസ്കാരം നിർവഹിക്കണം. അതിനുശേഷം സക്കാത്ത്, ഹജ്ജ്, നോമ്പ്. ഇമാം ബുഖാരി, മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസ് കാണാം. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ റഅസുൽ അംരി അൽ ഇസ്ലാം, കാര്യത്തിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് അത് ഇസ്ലാമാണ്. വഅമൂദുഹു അസ്സലാത്തു, ഇസ്ലാമിന്റെ തൂണ്, സ്തംഭം എന്ന് പറയുന്നത് അത് നമസ്കാരമാണ്. അപ്പൊ എന്താ? തൂണ് പൊളിഞ്ഞാൽ കെട്ടിടം പൊളിഞ്ഞു, ചുമരില്ല, തൂണില്ല എന്നൊക്കെ പൊളിഞ്ഞാൽ എന്തായി? ബിൽഡിംഗ് തകരും. നമസ്കാരമാകുന്ന തൂണ് പൊളിഞ്ഞാൽ ഇസ്ലാം പോയി എന്നർത്ഥം. അതാണ് ഇസ്ലാമിന്റെ സ്തംഭം, അത് നമസ്കാരമാകുന്നു. ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം ഏതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ പല സന്ദർഭങ്ങളിൽ പല ഉത്തരങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം. ഈമാനാണ്, ചില സ്ഥലത്ത് ജിഹാദാണ്, പല ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നബി പറഞ്ഞത് എന്താ? അസ്വലാത്തു ലി അവ്വലി വഖ്തിഹാ, നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം, ശ്രേഷ്ഠ പ്രവർത്തനങ്ങളിൽ വെച്ച് ഏറ്റവും അഫ്ദലായത്. ഇത് മാത്രമാണെന്ന് മനസ്സിലാക്കരുത്. ഞാൻ പറഞ്ഞില്ല, വ്യത്യസ്ത ചോദ്യങ്ങൾക്ക് വ്യത്യസ്ത മറുപടികൾ നൽകിയിട്ടുണ്ട്. അപ്പൊ ശ്രേഷ്ഠമായ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം എന്നല്ല, നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക, ചിന്തിപ്പിക്കാതിരിക്കുക. അപ്പൊ വെറും നമസ്കാരത്തെ കുറിച്ചല്ല പറയുന്നത്, നമസ്കാരം അതിന്റെ ആദ്യ സമയത്ത് നിസ്കരിക്കാൻ. നമസ്കാരം പോലെ ഇസ്ലാമിലുള്ള നോമ്പ്, സക്കാത്ത്, ഹജ്ജ് ഇവയെല്ലാമായി നോമ്പിന് സാദൃശ്യമുണ്ട് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചത് കാണാം. നോമ്പ് നോറ്റ ഒരാൾ പകൽ സമയത്ത് തിന്നാനും കുടിക്കാനും പാടില്ല. അന്നപാനീയങ്ങൾ വിലക്കപ്പെട്ടിരിക്കുന്നു, അല്ലാത്ത സമയത്ത് അനുവദനീയമാണ്. ഇതേപോലെ നമസ്കാരത്തിൽ നമസ്കരിക്കുമ്പോൾ തിന്നാനും കുടിക്കാനും പാടില്ല, അല്ലാത്തപ്പോ പറ്റൂ. പക്ഷെ നമസ്കാരത്തിൽ ഇത് രണ്ടും നിഷിദ്ധമാണ്. അപ്പൊ ഈ വിഷയത്തിൽ നോമ്പുമായി നമസ്കാരം സാദൃശ്യപ്പെടുന്നു. ഹജ്ജ് കഅബയുമായി ബന്ധപ്പെട്ടതാണ്. കഅബക്ക് അഭിമുഖമായി ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. കഅബക്ക് അഭിമുഖമായി തുടങ്ങി ഓരോ ചുറ്റിലും ആവർത്തിച്ച് കഅബക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് കഅബയെ ഇടം വെക്കുന്നു, ചുറ്റുന്നു. പിന്നെ ഹജ്ജുമായി ബന്ധപ്പെട്ട് സഫക്ക് മുകളിൽ, മർവക്ക് മുകളിൽ, അതുപോലെ അറഫയിൽ, മുസ്ദലിഫയിൽ, ജംറകളിൽ ഒക്കെ നടത്തുന്ന പ്രാർത്ഥനകൾ, അതൊക്കെ കൊണ്ടാ ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത്. പ്രാർത്ഥന എങ്ങോട്ടും ആകാം, പക്ഷെ പ്രാർത്ഥനയുടെ മര്യാദകളിൽപ്പെട്ടതാണ് ഖിബ്ലക്കാരെ തിരിഞ്ഞു നിൽക്കുക എന്നുള്ളത്. ഹജ്ജുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഇപ്പറഞ്ഞ സ്ഥലങ്ങളിൽ നബി നിർവഹിച്ച പ്രാർത്ഥനകളൊക്കെ ഖിബ്ലക്ക് അഭിമുഖമായി നിന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിർവഹിച്ചിട്ടുള്ളത്. അപ്പോ ഖിബ്ലക്ക് അഭിമുഖമാവുക എന്ന വിഷയത്തിൽ ഹജ്ജും നമസ്കാരവും സാദൃശ്യപ്പെടുന്നു. പിന്നെ സക്കാത്തിന്റെ വിഷയത്തിൽ മറ്റൊരു നിലക്കാണ്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത് ചെലവഴിക്കലാണ്. എന്നാൽ നമസ്കാരത്തിന്റെ സമയത്ത് കച്ചവടം പാടില്ല, വിൽക്കലും വാങ്ങലും പാടില്ല. നമസ്കാരത്തിൽ ജുമാന്റെ സമയത്ത് പ്രത്യേകിച്ച് ഖുർആൻ പറഞ്ഞു, വദറുൽ ബൈഅ, ബാങ്ക് വിളിക്കപ്പെട്ടാൽ നിങ്ങൾ ദിക്റിലേക്ക് വരണം, പിന്നെന്ത് ചെയ്യണം? കച്ചവടത്തെ നിങ്ങൾ ഒഴിവാക്കണം. അപ്പോ നമസ്കാരത്തിൽ കച്ചവടം, വാങ്ങലും വിൽക്കലും ഒക്കെ ഒഴിവാക്കാൻ പറയുന്നു. സക്കാത്ത് എന്ന് പറഞ്ഞാൽ സമ്പത്ത് ചെലവഴിക്കലാണ്. അപ്പൊ ആ സമ്പത്തിന്റെ മേഖലയിൽ രണ്ട് നിലക്ക് അല്ലെങ്കിൽ രണ്ട് വശങ്ങളിലായി നമസ്കാരവും സക്കാത്തും ബന്ധപ്പെട്ട് കിടക്കും. അപ്പൊ ഈ 3 പ്രധാനപ്പെട്ട കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഒരു നിലക്ക് അല്ലെങ്കിൽ മറ്റൊരു നിലക്ക് സാദൃശ്യപ്പെടുന്ന വിഷയമാണ് നമസ്കാരം എന്ന ഒരു സവിശേഷത കൂടി പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. ഏതൊരു കാര്യവും ഇസ്ലാമിൽ നിർബന്ധമായി തീരുന്നത് പ്രായപൂർത്തി എത്തുമ്പോഴാണ്. പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ കൂടിയാൽ 15 വയസ്സ്. 15 വയസ്സെത്തിയ പ്രായപൂർത്തിയായി. 15 വയസ്സിന് മുമ്പും പ്രായപൂർത്തി എത്തും. അത് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേറെ വേറെ അടയാളങ്ങൾ ഹദീസിലും ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ ഞാനിപ്പോ അത് വിശദീകരിക്കുന്നില്ല. എന്നാൽ പ്രായപൂർത്തി എത്താതെ തന്നെ നിർബന്ധമാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് നമസ്കാരം. ഹദീസിൽ നമുക്ക് കാണാം, അല്ലിമു ഔലാദക്കും അസ്വലാത്ത്, നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ നമസ്കാരം പഠിപ്പിക്കുക. ഇദാ ബലഗൂ സബ്അൻ, 7 വയസ്സെത്തിയാൽ നമസ്കാരം പഠിപ്പിക്കണം. വദ്രിബൂഹും അലൈഹ, കുട്ടികളെ നിങ്ങൾ അടിക്കണം. ഇദാ ബലഗൂ അശറൻ,
അവർ 10 വയസ്സ് എത്തിയാൽ. 7 വയസ്സാകുമ്പോൾ പഠിപ്പിക്കണം, 10 വയസ്സായിട്ട് നമസ്കരിക്കുന്നില്ലെങ്കിൽ അടിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 10 വയസ്സായാൽ കുട്ടി നമസ്കരിക്കൽ നിർബന്ധമാണോ. മറ്റൊരു ഇബാദത്തും പ്രായപൂർത്തി ആയിട്ടല്ലാതെ ബാധ്യതയില്ല. ഇതിൽ തന്നെ മറിച്ച് അഭിപ്രായം പറഞ്ഞ ചില പണ്ഡിതന്മാരുണ്ട്. അപ്പൊ കുട്ടികളെമായി ബന്ധപ്പെട്ട് ഈ ഒരു ഇബാദത്ത് അന്ന് മുതലേ തുടങ്ങണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു, അല്ലെങ്കിൽ കൽപ്പിച്ചു, പഠിപ്പിക്കാൻ വേണ്ടി കൽപ്പിച്ചു. ഇതൊക്കെ കാണാം. പിന്നെയോ ഒരു മുസ്ലിമിന് ബുദ്ധിയുണ്ട്, ഓർമ്മയുണ്ട്, ബുദ്ധിയും ജീവനും ഉണ്ടെങ്കിൽ ഒരാൾ നമസ്കരിക്കൽ നിർബന്ധമാണ്. ഒരു സന്ദർഭത്തിലും പ്രായപൂർത്തിയെത്തിയ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ശുദ്ധിയുള്ള ആളുകളാണെങ്കിൽ, പുരുഷന്മാർക്ക് ശുദ്ധിന്റെ പ്രശ്നം വരുന്നില്ല, ഇത് ഈ ജനാബത്തല്ലാതെ ഹൈദ് നിഫാസ് ഒന്നുമില്ല. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ 2 ഘടകങ്ങളുണ്ടാവും, അതുള്ളവും പാടില്ല. അല്ലാത്ത സന്ദർഭത്തിൽ ജീവനും ഓർമ്മയും ഉണ്ടോ, ഏത് അവസ്ഥയിലാണെങ്കിലും നമസ്കരിക്കൽ നിർബന്ധമാണ്. ഒരവസ്ഥയിലും അത് ഒഴിവായി പോകുന്നില്ല. രോഗിയാണെങ്കിൽ നമസ്കരിക്കണം, രോഗിന്റെ കൂടെ നമസ്കരിക്കണം, ഹോസ്പിറ്റലിൽ നമസ്കരിക്കണം. ഒരു നിലക്കും നമസ്കാരം രോഗിയിൽ നിന്ന് ഒഴിവാകുന്നില്ല. എങ്ങനെ സാധിക്കുന്നുവോ അങ്ങനെയാണ് നമസ്കരിക്കണം. പിന്നെ ഔറത്ത് മറക്കണം. ഔറത്ത് മറക്കാൻ തുണി കിട്ടില്ല വിചാരിക്കുക. ഔറത്ത് മറക്കാൻ നമസ്കാരം ശരിയാവില്ല. പക്ഷെ ഒരാൾക്ക് ഔറത്ത് മറക്കാൻ തുണിയില്ല, അല്ലെ തുണിയുണ്ട്, നജസാണ്, തുണിയില്ല, ഔറത്ത് മറക്കാവുന്ന ഒന്നുമില്ലെങ്കിൽ ഔറത്ത് മറക്കാതെ അയാൾ നിസ്കരിക്കണം. കാരണം കിട്ടാനില്ല. അപ്പൊ അയാൾക്ക് സാധ്യമായത് എന്താ? അങ്ങനെ നിസ്കരിക്കുക എന്നുള്ളതാണ്. അങ്ങനെ നിസ്കരിക്കണം. ഇനി നജസുണ്ട്, നജസ് ശുദ്ധീകരിക്കാൻ മാർഗമല്ല, അല്ലെങ്കിൽ നജസ് ഇല്ലാത്ത വസ്ത്രമല്ല എങ്കിൽ ആ വസ്ത്രം ഒഴിവാക്കി, അല്ലെങ്കിൽ നജസുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് അയാൾ നമസ്കരിക്കണം. കാരണം എന്താ? അവിടെ അത്രേ സാധിക്കുള്ളൂ. സാധ്യമായത് ചെയ്യുക. കുളിക്കാൻ വെള്ളമല്ല, തയമം ചെയ്യണം. ഇനി ഒരാൾക്ക് കുളിക്കാനോ ഉളു എടുക്കാനോ കഴിയില്ല, വെള്ളമല്ല, തയമം ചെയ്യാനുള്ള സൗകര്യമല്ല, ഒന്നുമില്ല എങ്കിൽ അയാൾ ഒതുവില്ലാതെ നമസ്കരിക്കണം. അപ്പോഴും നമസ്കാരം ഒഴിവായി പോകുന്നില്ല. ഖിബ്ലക്ക് അഭിമുഖമായിട്ടാണ് നമസ്കരിക്കേണ്ടത്. പക്ഷേ ഖിബ്ലക്ക് അഭിമുഖമായി നമസ്കരിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നില്ല. ഒന്നുകിൽ അയാളെ രോഗിയാണ്, അങ്ങനെ കിടക്കാൻ അയാൾക്ക് സൗകര്യമല്ല, അല്ലെങ്കിൽ അങ്ങനെ കിടത്തി കൊടുക്കാൻ ആളുകളില്ല, സഹായിക്കാൻ ആളില്ല, അല്ലെങ്കിൽ ഒരാളെ ബന്ധനസ്ഥനാക്കി തടവിൽ, ഇപ്പൊ അമേരിക്ക മറ്റേ ഗോണ്ടനാമോ ജയിലിലൊക്കെ പാർപ്പിച്ചതുപോലെ തടവുകാരെ തുണിയെടുക്കാതെ കുറ്റിയിൽ കെട്ടി വർഷങ്ങളോളം മുസ്ലിങ്ങളെ തീവ്രവാദം ആരോപിച്ചുകൊണ്ട് കെട്ടിയിടുകയുണ്ടായി. അവിടൊക്കെ പണ്ഡിതന്മാർ ഫത്വ കൊടുത്ത് കാണാം. തുണിയെടുക്കാൻ നഗ്നരായിട്ടാണ് നിർത്തിയത് എങ്കിൽ അങ്ങനെ തന്നെ നമസ്കരിക്കണം. ഖിബ്ലക്കാരെ തിരിയാൻ കഴിയില്ലേ, ഇല്ലെങ്കിൽ എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെ നമസ്കരിക്കണം. ഇത് നമ്മൾ യാത്രയിലോ മറ്റേതെങ്കിലും സ്ഥലങ്ങളിലോ ഖിബ്ല മനസ്സിലാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിലോ അങ്ങനെയൊക്കെ കഴിഞ്ഞിരിക്കുക എങ്കിൽ എങ്ങനെ സാധിക്കുന്നുവോ അങ്ങനെ നമസ്കരിക്കണം. യുദ്ധം അല്ലെങ്കിൽ ശത്രുക്കളെ സംബന്ധിച്ചുള്ള ഭയപ്പാട്, അപ്പോ നിന്ന് നിസ്കരിക്കാൻ കഴിയില്ല, നിൽക്കാൻ തന്നെ കഴിയില്ല, എന്നാൽ നടന്ന് നിസ്കരിക്കണം. വാഹനപ്പുറത്താണെങ്കിൽ അങ്ങനെ നിസ്കരിക്കണം. അത് ഖുർആനിൽ തന്നെ റിജാലൻ അല്ലെങ്കിൽ റുക്ബാനൻ എന്ന് പറഞ്ഞു കാണാം. നടന്നുകൊണ്ടോ കാലാൽ പടക്കാരായോ അല്ലെങ്കിൽ വാഹനത്തിൽ സവാരി ചെയ്തുകൊണ്ടോ, ചിലപ്പോൾ തോക്ക് പിടിച്ചുകൊണ്ടാകാം, ടാങ്കോ അല്ലെങ്കിൽ മിസൈലുകളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടാകാം, ആ നിലക്ക് അയാൾ നമസ്കരിക്കണം. ഒരാൾ ഉറങ്ങിപ്പോയി, ഉറങ്ങി എഴുന്നേറ്റാൽ അയാൾക്ക് ഉറങ്ങിയ സമയത്തുള്ള നഷ്ടപ്പെട്ട നമസ്കാരം നമസ്കരിച്ചു കൂട്ടണം. ഒരാൾ മറന്നുപോയി എങ്കിൽ ഓർമ്മയാകുമ്പോൾ നമസ്കരിക്കണം. അപ്പൊ പിന്നെ എവിടെ ഒഴിവുള്ളത്? ഒരു നിലക്കും അയാൾക്ക് ജീവനും ബുദ്ധി എന്ന് പറഞ്ഞാൽ ഓർമ്മയുമുണ്ടോ അയാൾ നമസ്കരിക്കൽ നിർബന്ധമാണ്. ഒരാൾക്ക് ചുണ്ടനങ്ങുന്നില്ല, പക്ഷെ അയാൾക്ക് ഓർമ്മ ഉണ്ട് എങ്കിൽ അയാൾ മനസ്സിൽ നമസ്കരിക്കണം. അപ്പോ ഇത്രമാത്രം നിർബന്ധമായ ഒരു കാര്യമാണ് നമസ്കാരം എന്നത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും നബി മുഖേന മുസ്ലിങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങൾ എല്ലാം ഭൂമി ലോകത്ത് വെച്ചാണ്. എന്നാൽ നമസ്കാരം എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം നിർബന്ധമാക്കപ്പെട്ടത് ഭൂമിയിൽ വെച്ചല്ല, ആകാശലോകത്ത് വെച്ചാണ്. ബാക്കിയെല്ലാം ഭൂമിയിൽ ജിബ്രീലിനെ അള്ളാഹു നബിയുടെ അടുക്കിലേക്ക് പറഞ്ഞയച്ചാണ് കൽപ്പിച്ചിട്ടുള്ളത്. എന്നാൽ നമസ്കാരം നേർക്ക് നേരെ നബിയെ അള്ളാഹു ആകാശത്തേക്ക് കൊണ്ടുപോയി, ആകാശത്തിന്റെ ഏറ്റവും ഉന്നതമായ മേൽഭാഗത്ത് വെച്ച് 7-ാം ആകാശത്ത് വെച്ച്, ചില റിപ്പോർട്ട് അനുസരിച്ച് 6 എന്ന് കാണാം, പക്ഷെ അത് 7 എന്നാണ്, സിദ്റത്തുൽ മുൻതഹയുടെ അടുക്കൽ വെച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കരിക്കാൻ കൽപ്പിച്ചു. ഇങ്ങനെ കൽപ്പിച്ച ഒരു കാര്യം ഇസ്ലാമിൽ വേറെയില്ല. ഇതൊക്കെ ഹദീസുകളിൽ വ്യക്തമാണ്. ഇസ്രാ മേറാജുമായി ബന്ധപ്പെട്ട ഒരുപാട് ഹദീസുകളിൽ ഈ കാര്യം നമുക്ക് കാണാം. ഇമാം മുസ്ലിം റിവായത്ത് ചെയ്ത ഒരു നീണ്ട ഹദീസിൽ 173-ാമത്തെ ഹദീസിൽ മേറാജിന്റെ രാത്രിയിൽ ഓരോ ആകാശത്തേക്കും എത്തിയതും ഓരോ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ട് അവസാനം പറയാൻ, ആ ഖുർആനിൽ സൂറത്തുൻ നജ്മിൽ അവിടെ
ഇത് യഗ്ശ സിദ്റത മാ യഗ്ശ മാ സാഗൽ ബസറു എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആ ആയത്തുകൾ അത് മിഅ്റാജിനെ സംബന്ധിച്ചാണ്. ആ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന മരത്തിന്റെ അടുക്കൽ വെച്ച് അതിനെ എന്തോ മൂടി, അതായത് സ്വർണ്ണ നിറത്തിലുള്ള ചില ജീവികൾ അതിനെ പൊതിഞ്ഞു. ഇതൊക്കെ ഖുർആനിലും ഹദീസിലും കാണാം. എന്നിട്ട് പറയാണ് ഫഉതിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തലാതൻ, അവിടെ വെച്ച് 3 കാര്യങ്ങൾ നബിക്ക് നൽകപ്പെട്ടു. ഒന്ന്, ഉഅ്തിയ അസ്സലവാത്തിൽ ഖംസ്, നബിക്ക് 5 നേരത്തെ നമസ്കാരം നിർബന്ധമാക്കപ്പെട്ടു. ഇത് 7ാം ആകാശത്ത് വെച്ച് നൽകിയ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഇവിടെ ഹദീസ് പറഞ്ഞുകൊണ്ട് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടി പറയണം, വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്ത്, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആയത്തുകളിൽ 2 ആയത്തുകളാണ്. സൂറത്തുൽ ബഖറന്റെ അവസാനത്തെ 2 ആയത്ത്. മൂന്നാമത്തത്, എന്റെ ഉമ്മത്തിൽ നിന്ന് ശിർക്ക് ചെയ്യാത്ത ആളുകൾക്ക് നരകത്തിലേക്ക് അവരെ തിരക്കി കടത്തിവിടുന്ന പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. ഇവിടെ ഉപയോഗിച്ച വാക്ക് മുഖഹിമാത്ത് എന്നാണ്. അഖഹമ എന്നാൽ തിക്കിക്കടത്തുക എന്നാണ്. നരകത്തിലേക്ക് തള്ളിക്കൊണ്ടുപോകുന്ന പാപങ്ങൾ പോലും പൊറുക്കപ്പെട്ടിരിക്കുന്നു. ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ, ലിമല്ലം യുശ്രിക് ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ആളുകൾ. അപ്പൊ ശിർക്ക് ചെയ്താൽ ആ ആനുകൂല്യം കിട്ടൂല. ശിർക്ക് ഒരണത്തൂക്കം പോലും ശിർക്ക് ചെയ്യാത്ത ആളുകളുടെ ഇത്തരത്തിലുള്ള പാപങ്ങൾ പോലും പൊറുക്കപ്പെട്ടിരിക്കുന്നു. ഈ 2 സന്തോഷ വാർത്തകളും നമസ്കാരം എന്ന കാര്യം കൽപ്പിച്ചതും മേറാജിന്റെ രാത്രിയിൽ സിദ്റത്തുൽ മുൻതഹക്കപ്പുറത്ത് വെച്ചാണ് എന്നതാണ്. ഇത് മറ്റ് അമലുകളിൽ നിന്ന് നമസ്കാരത്തെ വേർതിരിക്കുന്നു. ബാക്കിയൊക്കെ ഭൂമിയിലാണ്. പിന്നെയോ ജിബ്രീൽ നേരിട്ട് വന്ന് 2 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചു കൊടുക്കണം നമസ്കാരം. വെറും വഹി ഹജ്ജ് അങ്ങനെ ജിബ്രീൽ വന്നിട്ട് ഹജ്ജ് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടില്ല ജിബ്രീൽ. പക്ഷെ നമസ്കാരം ജിബ്രീൽ വന്ന് നമസ്കരിച്ച് നബിയെ പഠിപ്പിക്കുന്നു 2 ദിവസം. 1-ാമത്തെ ദിവസം ആദ്യ സമയത്ത് വന്നു, ഏറ്റവും ആദ്യത്തെ സമയത്ത്. 2-ാമത്തെ ദിവസം ഓരോ വക്തിന്റെയും അവസാന സമയത്ത് വന്നു, മഗ്രിബ് ഒഴിച്ച്. മഗ്രിബ് 2 ദിവസം ഒരേ സമയത്താണ് വന്നത്. അതിന്റെ അർത്ഥം മഗ്രിബ് അപ്പോൾ സമയം അവസാനിക്കുന്നു എന്നല്ല, ചില മദ്ഹബിന്റെ ഗ്രന്ഥങ്ങളിൽ പറയുന്നത് പോലെ ഇശാ വരെയുണ്ട്. പക്ഷെ മഗ്രിബിന് 2 ദിവസവും ഒരു സമയത്ത് വന്നു. ബാക്കി 4 വക്തിന് ഒരു ദിവസം ആദ്യത്തെ സമയത്തും 2-ാമത്തെ ദിവസം അവസാനത്തെ സമയത്തും വന്നു. ഇങ്ങനെ 2 ദിവസങ്ങളിലായി 10 നമസ്കാരങ്ങൾ നബിക്ക് ജിബ്രീൽ പഠിപ്പിച്ചു കൊടുത്തു. ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ എന്താണ്, മറ്റൊന്നും ഇങ്ങനെ ചെയ്ത് പ്രാക്ടിക്കലായി പഠിപ്പിച്ചിട്ടില്ല. ചില ഹദീസിൽ വുളു എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ ഹദീസ് ലഈഫാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോ പ്രാക്ടിക്കലായി ജിബ്രീൽ ചെയ്ത് നബിയെ പഠിപ്പിച്ചു എന്ന് നബി നമ്മളോട് പറയാണ്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അങ്ങനെ നമസ്കരിക്കണം. നിങ്ങൾക്ക് തോന്നിയ പോലെ നമസ്കരിച്ചാൽ പോരാ. നബി എങ്ങനെ നമസ്കരിച്ചുവോ അതുപോലെ നിങ്ങൾ എന്നെ കണ്ടുവോ. നബി നമ്മൾ കാണില്ല, നബി നിസ്കാരം നമ്മൾ കാണില്ല. പിന്നെ നമസ്കാരം കാണും എങ്ങനെ? ഈ പറഞ്ഞതുപോലുള്ള പുസ്തകങ്ങൾ വായിച്ചാൽ നബി എങ്ങനെ നമസ്കരിച്ചു ആദ്യം തൊട്ട് അവസാനം വരെ കൃത്യമായ രൂപം ഹദീസുകളുണ്ട്. അപ്പൊ അങ്ങനെ നമസ്കരിക്കണം. അപ്പൊ ആ പ്രാധാന്യം നമുക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ സൂറത്തുൽ മുഅ്മിനൂൻ 1 മുതൽ 11 വരെ 9 വരെയുള്ള ആയത്തുകളിൽ ആരാണ് അൽ മുഅ്മിനൂൻ, വിജയിച്ച സത്യവിശ്വാസികൾ എന്ന് പറയുന്നത്? 6 കാര്യങ്ങളാണ് അതിൽ പറയുന്നത് 9 ആയത്തുകളിലായി. 1-ാമത്തെ കാര്യവും അവസാനത്തെ കാര്യവും നമസ്കാരമാണ്. അതിന്റെ ഇടയ്ക്ക് വേറെ ചില വിഷയം പറഞ്ഞു, സക്കാത്ത് പറഞ്ഞു. ഗുഹ്യസ്ഥാനങ്ങൾ അള്ളാഹു അനുവദിച്ച ആളുകളിൽ നിന്നൊഴിച്ച് കാത്തു സൂക്ഷിക്കുന്നവരാണ്. പിന്നെ അമാനത്തുകളും അഹദുകളും പാലിക്കുന്നവരാണ്. അനാവശ്യ കാര്യങ്ങൾ വിട്ടുനിൽക്കുന്നവരാണ്. സക്കാത്ത് കൊടുക്കുന്നവർ. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ തുടക്കത്തിൽ എന്താ പറഞ്ഞത്? അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, നമസ്കാരത്തിൽ ഖുശൂഅ് പുലർത്തുന്നവരാകുന്നു. ഖുശൂ എന്ന് പറഞ്ഞാൽ വെറും പേടിയല്ല. ഖുശൂ എന്ന് പറഞ്ഞാൽ മനസ്സ് കീഴ്പ്പെടുകയും അതോടൊപ്പം ശരീരവും അള്ളാഹുവിന് കീഴ്പ്പെടുക. അതിനാണ് ഖുശൂ എന്ന് പറഞ്ഞത്. അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള പേടി മനസ്സിലുണ്ടാകുന്നു, അതിനനുസരിച്ച് ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അള്ളാഹുവിന് കീഴ്പ്പെടും. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഖുശൂ ഉണ്ടാകുന്നത്. അത് വേറൊരു വിഷയമാണ്. അവസാനമായി 9-ാമത്തെ ആയത്ത് പറയാണ് വീണ്ടും നമസ്കാരത്തെക്കുറിച്ച്, വല്ലദീനഹും അലാ സ്വലവാതിഹിം യുഹാഫിദൂൻ, അവർ അവരുടെ നമസ്കാരം കാത്തു സൂക്ഷിക്കുന്നവരാകുന്നു എന്ന് പറഞ്ഞാൽ സമയം കാത്തു സൂക്ഷിക്കും, ചെയ്യേണ്ട രീതി കാത്തു സൂക്ഷിക്കും. അങ്ങനെ കൃത്യമായി സൂക്ഷ്മമായി നമസ്കാരം നിർവഹിക്കുന്നവരാകുന്നു. അപ്പൊ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ് 1. 2-ാമത്തത് നമസ്കാരം കാത്തു സൂക്ഷിക്കുന്നവരാണ്. പറഞ്ഞ 6 കാര്യങ്ങളിൽ 2 നമസ്കാരത്തെക്കുറിച്ചാണ്. അവരാണ് അത് അഫ്ലഹൽ മുഅ്മിനൂൻ. പിന്നെ ഫിർദൌസിനെ അനന്തരമെടുക്കുന്നവർ ഇതിന്റെ ശേഷം പറയുന്നത്. ഈ ആളുകളാണ് ഫിർദൌസ് എന്ന സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനത്തെ അനന്തരമെടുക്കുന്നത്. ലോകാവസാനമാകുമ്പോൾ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങൾ കെട്ടഴിഞ്ഞ് ഇല്ലാതെയായി പോകും.
ഇസ്ലാമിന്റെ ഓരോ കൈപ്പിടികളും പിടിക്കാൻ. പണ്ടൊക്കെ വീട്ടില് വരാന്തയിലേക്ക് കയറുമ്പോ ഒരു പിടിച്ചു കയറാൻ വേണ്ടി ഒരു കയറിന്റെ അറ്റത്ത് ഒരു പിടി ഉണ്ടാവും അല്ലെ, പിടിക്കാരെന്നേ പറയാം. അതുപോലെ തന്നെ കോണി ഉണ്ടെങ്കിൽ കോണിന്റെ മുകളിൽ താഴെ കയറ് കെട്ടിയിട്ടുണ്ടാവും, ഇത് പിടിച്ചു കയറാൻ വേണ്ടി. അതിനാണ് ഉറ എന്ന് പറയുന്നത്, ഉർവത്ത്. ആ ഇസ്ലാമിന്റെ ഓരോ പിടിക്കയറുകളും ഉടഞ്ഞു പോവുക തന്നെ ചെയ്യും. ഒന്നുടയുമ്പോൾ ജനങ്ങൾ അതിനടുത്തതിനെ പിടിക്കും. അവലുഹുന്ന നഖ്ലൻ. അങ്ങനെ ആദ്യമായി ഇസ്ലാമിന്റെ ഈ കൈപ്പിടികളിൽ നിന്ന് ഉടഞ്ഞ് ഇല്ലാതായി പോവുക അൽ ഹുക്മു, വിധിയ. ആഖിറുഹുന്ന, അവസാനത്തേത് അസ്വലാത്തു. ലോകാവസാനമാകുമ്പോ അവസാനമായി ഇല്ലാതായി പോകുന്ന കാര്യം നമസ്കാരമാകുന്നു. ഇത് ഇബ്നു ഹിബ്ബാൻ ഉദ്ധരിച്ച ഹദീസാണ്, സ്വഹീഹാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ വിശദീകരിച്ചതായി കാണാം. വിശുദ്ധ ഖുർആൻ പ്രവാചകന്മാരും സ്വാലിഹീങ്ങളുമായ ആളുകളെ നമസ്കാരവുമായി ബന്ധപ്പെടുത്തി പുകഴ്ത്തിയും പ്രശംസിച്ചും കൽപ്പിച്ചുമൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ആയത്തുകൾ നമുക്ക് കാണാം. ഖുർആനിൽ പേര് പറയപ്പെട്ട 25ഓളം പ്രവാചകന്മാരിൽ പ്രധാനപ്പെട്ട പ്രവാചകന്മാരെയെല്ലാം വിശുദ്ധ ഖുർആനിൽ ഈ കൂട്ടത്തിൽ നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയം നിർമ്മിച്ചു. അതാർക്ക് വേണ്ടിയാണ് നേരത്തെ പറഞ്ഞു. എന്നിട്ട് ഇബ്രാഹിം നബി അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ, റബ്ബി ജഅൽനി മുഖീമസ്സലാ, അള്ളാഹുവെ എന്നെ നീ നമസ്കാരം നിലനിർത്തുന്നവനാക്കണമേ. ആരാ പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബി ഖലീലുള്ളാ. വമിൻ ദുർരിയത്തി, എന്റെ സന്താനങ്ങളിൽ നിന്നും, എന്നെ മാത്രാക്കിയ പോരാ, എന്റെ സന്താനങ്ങളിൽ നിന്നും നമസ്കാരം നിലനിർത്തുന്നവരെ നീ ആക്കണമേ, ഉണ്ടാക്കണമേ. റബ്ബനാ വതഖബ്ബൽ ദുആ, ഞങ്ങളുടെ റബ്ബേ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. സൂറത്ത് ഇബ്രാഹിമിലെ 40-ാമത്തെ ആയത്ത്. ഇബ്രാഹിം നബിയുടെ മകനായ ഇസ്മായിൽ നബി സ്വലാത്തു വസ്സലാമിനെ പ്രശംസിച്ചുകൊണ്ട് സൂറത്ത് മറിയമിൽ 55-ാമത്തെ ആയത്തിലാണ് വക്കാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്ത് വസ്സകാത്തി വകാന ഇൻദ റബ്ബിഹി മർദിയ. ഇസ്മായിൽ തന്റെ കുടുംബത്തോട് നമസ്കാരത്തെക്കുറിച്ചും സക്കാത്തിനെക്കുറിച്ചും കൽപ്പിക്കുന്നവനായിരുന്നു. ഇസ്മായിൽ തന്റെ റബ്ബിന്റെ അടുക്കൽ മർലിയൻ, അള്ളാഹുവിന്റെ തൃപ്തി ലഭിച്ച ആളുമായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ വിശേഷണമായി പറയുന്നത് എന്താ? കുടുംബത്തോട് നമസ്കരിക്കാൻ കൽപ്പിച്ചു, സക്കാത്ത് കൊടുക്കാൻ കൽപ്പിക്കുന്ന ആളായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായി അള്ളാഹു എടുത്തു പറയാൻ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സൂറത്തു താഹ, ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദ്നി വഅഖിമിസ് സ്വലാത്ത ലിദിക്രി. മൂസാ നബിയോട് അല്ലാഹ് പറയാൻ, തീർച്ചയായും ഞാനാകുന്നു അല്ലാഹ്, ആരാധ്യനായി ഞാനല്ലാതെ വേറെ ആരുമില്ല. അതിനാൽ മൂസേ, നീ എന്നെ ആരാധിക്കണം. വാഖിമിസ് സ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി നീ നമസ്കാരം നിലനിർത്തുകയും വേണം. മൂസാ നബിയുടെ കൽപ്പന, നമസ്കരിക്കണം. എന്തിനു വേണ്ടി? നമസ്കാരം എന്തിനാന്ന് ഇവിടെ കിട്ടും? ലിദിക്രി, കൈകെട്ടിയിട്ട് ലോകത്തുള്ള കാര്യമൊക്കെ ആലോചിക്കാനല്ല, കൈകെട്ടി അള്ളാഹുവിനെ ഓർക്കാനാണ്. നമ്മൾ നേരെ തിരിച്ചാണ്. കൈ കെട്ടിയാ പിന്നെ അള്ളാനെ വിട്ടിട്ട് ദുനിയാവ് മുഴുവൻ ആലോചിക്കും. സലാം വിട്ടുന്നതിനടുത്ത് മനസ്സിൽ കടക്കാത്ത ഒരു കാര്യം ഉണ്ടാവില്ല. എന്നാൽ അള്ളാഹുവിന്റെ കൽപ്പന എന്താ? അഖിമി സ്വലാത്ത ലിദിക്രി, എന്നെ സ്മരിക്കാൻ വേണ്ടി മൂസേ നീ നമസ്കരിക്കണം. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് സൂറത്തു ആലു ഇമ്രാനിലെ 39-ാമത്തെ ആയത്ത് കാണാം. ഫനാദത്തുഹുൽ മലായികത്തു വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. മിഹ്റാബ് എന്ന് പറഞ്ഞാൽ പള്ളിയിൽ ഇമാമിന് നിൽക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ഭാഗത്തിനാണ് മിഹ്റാബ് എന്ന് പറയുന്നത്. നബിന്റെ കാലത്തോ അബൂ സിദ്ദീഖിന്റെ കാലത്തോ ഉമർ ഖത്താബിന്റെ കാലത്തോ പള്ളിയിൽ മിഹ്റാബ് ഉണ്ടായിരുന്നില്ല. മിഹ്റാബ് എന്ന് പറഞ്ഞ ഇസ്ലാമിക ചിഹ്നമല്ല. ഉമർ ഖത്താബ് പള്ളിയിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ കൊല്ലപ്പെട്ടു. അതിനുശേഷം ഇമാമിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി പിൽക്കാലത്തുണ്ടായൊരു സംഗതിയാണ് മിഹ്റാബ്. അല്ലാതെ ഈ പറഞ്ഞ 3 കാലഘട്ടത്തിലും പള്ളിയിൽ മിഹ്റാബില്ല. ഈ പറഞ്ഞ മിഹ്റാബ് ഏതാ? മിഹ്റാബ് എന്ന് പറഞ്ഞാൽ നമസ്കരിക്കുന്ന പ്രാർത്ഥനാ മണ്ഡപം എന്നാണ് അർത്ഥം. പ്രാർത്ഥനാ മണ്ഡപത്തിൽ വെച്ച് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഖായിമുൻ യുസല്ലി, നിന്ന് നമസ്കരിച്ചുകൊണ്ടിരിക്കെ മലക്കുകൾ സക്കരിയ നബിയെ വിളിച്ചു. എന്താണ്? യഹ്യ എന്ന ഒരു കുട്ടി നിനക്കുണ്ടാകാൻ പോകുന്നു എന്ന സന്തോഷ വാർത്ത. അപ്പൊ ആ സന്തോഷ വാർത്ത അറിയിച്ചത് എപ്പോഴാ? സക്കരിയ നബി പ്രാർത്ഥനാ മണ്ഡപത്തിൽ വെച്ച് നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പറയുന്നതായി വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിലെ 30-31 ആയത്തുകളിൽ കാണാം. പല കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം വഔസാനി ബിസ്സലാത്ത്, ഈസാ നബി പറയാം, അള്ളാഹു എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു, എന്നോട് ഉപദേശിച്ചിരിക്കുന്നു, കൽപ്പിച്ചിരിക്കുന്നു നമസ്കരിക്കണമെന്ന്. വസ്സകാത്തി, സക്കാത്ത് കൊടുക്കണമെന്നും. മാ ദുംതു ഹയ്യ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം അത്രയും. എത്ര കാലം ജീവനുണ്ടോ? കണ്ടോ, നേരത്തെ ഞാൻ പറഞ്ഞു, ഓർമ്മയും ജീവനും ഉണ്ടെങ്കിൽ നമസ്കരിക്കണം. മാ ദുംതു ഹയ്യൻ, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലമത്രയും സക്കാത്ത് കൊടുക്കാനും നമസ്കരിക്കാനും അള്ളാഹു എന്നോട് വസിയത്ത് ചെയ്തിരിക്കുന്നു എന്ന് ഈസാ നബിയെ കുറിച്ച് പറയുന്ന കൂട്ടത്തിൽ ഈസാ നബി പറഞ്ഞതായി സൂറത്ത് മറിയമിൽ വിശദീകരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വഅ്മുർ അഹ്ലക ബിസ്സലാത്ത് വസ്തബിർ അലൈഹ, മുഹമ്മദേ നിന്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ നീ കൽപ്പിക്കണം. വസ്തബിർ അലൈഹ, നമസ്കാരത്തിന്റെ മേൽ ക്ഷമ അവലംബിക്കാനും. ഇത് മുഹമ്മദ് നബിയോട് അള്ളാഹ് കൽപ്പിക്കാൻ. അപ്പൊ ആ കൽപ്പന നമുക്കും ബാധകമാണ്.
നമ്മൾ നമസ്കരിക്കണം, നമ്മുടെ കുടുംബത്തോട് നമസ്കരിക്കാൻ നമ്മൾ കൽപ്പിക്കണം. നമസ്കരിക്കണമെങ്കിൽ ക്ഷമ വേണ്ടി വരും. കാരണം സമയമൊക്കെ അതിന് മാറ്റിവെക്കണം, മനസ്സിനെ മാറ്റി നിർത്തണം, ഇച്ഛയെ മാറ്റി നിർത്തണം, അള്ളാഹുവിലേക്ക് മുന്നിടണം. അതുകൊണ്ടാണ് വസ്തബിർ അലൈഹ എന്നിട്ട് അള്ളാഹ് പറയാണ് ലാ നസ്അലുക റിസ്ഖൻ. ആരോടാ പറഞ്ഞു? മോമിനോട്. നിന്നോട് നാം ഭക്ഷണം ചോദിക്കുന്നില്ല, ഒരു വിഭവവും നമ്മൾ ചോദിക്കുന്നില്ല. നർസുഖുക, നിനക്ക് വേണ്ട വിഭവങ്ങൾ നമ്മളാണ് നൽകുന്നത്. വൽ ആഖിബത്തു ലിത്തഖ്വ, സൂക്ഷിച്ച് ജീവിക്കുന്നവർക്കാണ് ആഖിബത്ത്, ശരിയായ ശുഭമായ പര്യവസാനം എന്ന് അള്ളാഹു ഉറപ്പെടുത്തുന്നു സൂറത്ത് താഹ. ഇനി ഒരൊറ്റായത്ത് കൂടി സൂറത്ത് ആല ഇംറാൻ 43 മറിയമിനെ കുറിച്ച് സിദ്ദീഖ എന്നാണ്. ഈസാ നബിന്റെ ഉമ്മയെ കുറിച്ച് സിദ്ദീഖത്ത് എന്ന് ഖുർആൻ വിശേഷിപ്പിച്ചത് കാണാം. അബൂ സിദ്ദീഖെ കുറിച്ച് സിദ്ദീഖ് എന്ന് പറയുന്നത് പോലെ. യാ മറിയമു, ഓ മറിയമേ, ഉഖ്നുതീ ലി റബ്ബിക്കി, നിന്റെ റബ്ബിന് ഒതുക്കത്തോടു കൂടി നിൽക്കുക, എന്നാ നമസ്കരിക്കുക. വസ്ജുദി, സുജൂദ് ചെയ്യുക. വർക്കഴി, നീ റുക്കൂ ചെയ്യുക. മാറാക്കിഴീൻ, റുക്കൂ ചെയ്യുന്നവരോടൊപ്പം, നമസ്കരിക്കുന്നവരോടൊപ്പം. ഇതാരുടെ? മറിയമിനോട് അള്ളാഹു കൽപ്പിച്ച കൽപ്പനയാണ്. മറിയം പ്രവാചകയല്ല, അങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട്. മറിയം പ്രവാചകയായിരുന്നില്ല, പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന അതാണ്. അപ്പോ ഈ പറഞ്ഞ കൂട്ടത്തിൽ പ്രമുഖരായ പ്രവാചകന്മാരെ കുറിച്ച് പറഞ്ഞു, അതുപോലെ മറിയമിനെ കുറിച്ചും ഇവിടെ പ്രസ്താവിച്ചു. അള്ളാഹു പുകഴ്ത്തിയതും കൽപ്പിച്ചതും അവരുടെ വിശേഷണമായി പറഞ്ഞത്. ഇതിന് നേരെ വിപരീതമായി നമസ്കരിക്കാത്ത ആളുകളെ ഖുർആൻ അധിക്ഷേപിച്ചതായി കാണാം. സൂറത്ത് മറിയമില് നേരത്തെ പറഞ്ഞതുപോലെ ഇബ്രാഹിം, ഇസ്മായിൽ, അതുപോലെ ഇദ്രീസ്, യഹ്യ, സക്കരിയ, ഇങ്ങനെയുള്ള ഇസ്മായിൽ, ഇങ്ങനെയുള്ള പ്രവാചകന്മാരെ കുറിച്ച് വദ്കുർ വദ്കുർ വദ്കുർ, നീ ഓർക്കുക ഇന്ന ആളുകളെ കുറിച്ച് എന്ന് പറഞ്ഞ ശേഷം അവസാനം പറയാൻ ഈ ആളുകളൊക്കെ കഴിഞ്ഞുപോയി, ആ പ്രവാചകന്മാരൊക്കെ. പിന്നെ ഒരു കൂട്ടം ആളുകൾ വന്നു. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉ സ്വലാത്ത് വത്തബഉ ശഹവാത്ത് ഫസൗഫ യൽഖൗന ഗയ്യ. മറിയം 59. ഈ നല്ലവരായ പ്രവാചകന്മാർക്ക് ശേഷം പിന്നീട് ഒരു മോശപ്പെട്ട പിൻതലമുറ വന്നു, പിന്മുറക്കാർ. ഖൽഫ്, ഖലഫ് എന്ന് പറഞ്ഞാൽ നല്ല പിൻഗാമി എന്നാണ്. ഖൽഫ് എന്ന് പറഞ്ഞാൽ ചീത്ത പിൻഗാമികൾ എന്നാണ്. രണ്ട് വ്യത്യാസമുണ്ട്. ഒരു ഫത്ഹ് സുക്കൂൻ മാറിയാൽ അർത്ഥം മാറി. ഖൽഫ്, ഖലഫ്. ഇവിടെ ഖലഫ് നല്ല ഗുണം പറഞ്ഞു. ഖൽഫുൻ, നല്ല പ്രവാചകന്മാർക്കും ആ അനുയായികൾക്കും ശേഷം മോശപ്പെട്ട പിന്മുറക്കാർ, പിൻഗാമികൾ വന്നു. എന്താണ് അവരെ കുറിച്ച് മോശപ്പെട്ടെന്ന് പറയാൻ? അളാഉ സ്വലാത്ത, അവർ നമസ്കാരത്തെ പാഴാക്കി. പിന്നെ ദേഹേച്ഛയെ പിൻപറ്റി. രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഇച്ഛയെ പിൻപറ്റുക, തോന്നിയതുപോലെ ജീവിക്കുക. നമസ്കാരത്തെ പാഴാക്കുക. നമസ്കാരം പാഴാക്കിയ പിന്നെ തോന്നിയതുപോലെ ജീവിക്കും. അതിന്റെ അനുബന്ധമായി ഉണ്ടാകുന്ന സംഗതിയാണ്. ഇവിടെ എന്താണ് നമസ്കാരം പാഴാക്കുക എന്നാൽ ഷേഖ് മുഹമ്മദ് സാലിഹ് അൽ ഉസൈമീൻ അദ്ദേഹത്തിന്റെ ചില ഗ്രന്ഥങ്ങളിൽ ഇതിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു കാണാം. ഒരാൾ സമയത്ത് നമസ്കരിക്കുന്നില്ല, അത് നമസ്കാരം പാഴാക്കലാണ്. ശരിയായി ശുദ്ധീകരിച്ച് ഖിബിലക്കാൻ തിരിഞ്ഞതുകൊണ്ട് അതിന്റെ ഷർത്തൊക്കെ പാലിച്ചുകൊണ്ട് ഒരാൾ നമസ്കരിക്കുന്നില്ല, അത് നമസ്കാരം പാഴാക്കലാണ്. ഒരാൾ നമസ്കരിക്കുന്നു, പക്ഷേ അതിൽ അദ്ദേഹം വീഴ്ച വരുത്തുന്നു എങ്കിൽ അതും നമസ്കാരം പാഴാക്കലാണ്. യഥാർത്ഥത്തിൽ അയാൾ നമസ്കരിക്കുന്നുണ്ട്, പക്ഷെ ശരിയായ അർത്ഥത്തിലല്ല. സമയം തെറ്റിക്കുന്നു, നമസ്കരിക്കുന്നു, ഇനി ഒരുത്തൻ നമസ്കരിക്കാതെ പോകുന്നു, അതും എന്താണ്? നമസ്കാരം പാഴാക്കലാണ്. അപ്പൊ ഇതൊക്കെ ഉൾക്കൊള്ളുന്നതാണ് അവർ നമസ്കാരത്തെ പാഴാക്കിയവരാണ് എന്ന് പറഞ്ഞാൽ നമസ്കരിക്കാത്തവരെ കുറിച്ച് മാത്രമല്ല, ശരിയായ നിലക്ക് നമസ്കരിക്കാത്തവർ, ശരിയായ സമയത്ത് നമസ്കരിക്കാത്തവർ, അവരൊക്കെ നമസ്കാരം പാഴാക്കിയവരാണ്. അപ്പൊ ഇത് മോശപ്പെട്ട പിന്മുറക്കാർ എന്ന് ഖുർആൻ പറഞ്ഞവരുടെ ദുസ്വഭാവമായി ഖുർആൻ പഠിപ്പിച്ച കാര്യമാണ്. അപ്പൊ നമ്മൾ ഒരിക്കലും ഒരു നിലക്കും നമസ്കരിക്കാതിരിക്കുക എന്നത് മാത്രമല്ല, ശരിയായ നിലക്കോ ശരിയായ സമയത്തോ നമസ്കരിക്കാത്ത, നമസ്കാരത്തെ പാഴാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. മറ്റൊന്ന് കപടവിശ്വാസികളെ കുറിച്ചാണ്. അവർ കൃത്യമായി നമസ്കരിച്ച ആളുകളാണ്. നബിന്റെ കാലഘട്ടത്തിലെ മുനാഫിക്കുകൾ ഒറ്റക്കല്ല, പള്ളിയിൽ വന്ന് ജമാഅത്തിൽ പങ്കെടുത്ത് നിസ്കരിക്കുന്ന ആളുകളാണ്. പക്ഷേ അവർ നമസ്കരിക്കുന്നത് എങ്ങനെയാണ്? ഇദാ ഖാമു ഇല സ്വലാത്തി ഖാമു കുസാല. നമസ്കാരത്തിനായി അവർ നിന്നാൽ അലസന്മാരായിട്ടാണ് നമസ്കരിക്കാൻ നിൽക്കുക. കാരണം അവർക്ക് ഇഖ്ലാസ് ഇല്ല, അള്ളാഹനെ ഉദ്ദേശിച്ചല്ല, വേറെ ആരോ കാണിക്കാൻ ഞങ്ങൾ നിങ്ങളെ കൂടുതലാണ് എന്ന് വരുത്താനാണ്. അപ്പൊ അലസന്മാരായി അവർ നമസ്കരിക്കാൻ നിൽക്കുന്നു. അപ്പൊ നമ്മൾ നമസ്കാരം അങ്ങനെ ആകാൻ പാടില്ല, അലസതയോടുകൂടിയാകരുത്. യുറാഉനന്നാസ, ജനങ്ങളെ കാണിക്കാനാണ് അവർ നമസ്കരിച്ചത്, ജനങ്ങളെ കാണിക്കാനാകരുത്, അള്ളാഹുവിന് വേണ്ടിയാകണം. വലാ യദ്കുറൂനല്ലാഹ ഇല്ലാ ഖലീല, നമസ്കാരത്തിൽ വളരെ കുറച്ചല്ലാതെ അവർ അള്ളാഹുവിനെ ഓർക്കുന്നില്ല. നമസ്കാരം എന്തിനാണ്? നേരത്തെ പറഞ്ഞു മൂസാ നബിയോട് അഖിമി സ്വലാത്ത ലി ദിക്രി. എന്നാൽ കപടവിശ്വാസികൾ അള്ളാഹുവിനെ വളരെ കുറച്ചേ ഓർക്കുകയുള്ളൂ. ഇതൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മളെ നമസ്കാരം പരിശോധിച്ചാൽ നമ്മൾ ആത്മാർത്ഥമായി പൂർണ്ണമായി ശരീരവും മനസ്സും അള്ളാഹുവിന് കീഴ്പ്പെടുത്തിക്കൊണ്ടാണോ നമസ്കരിക്കുന്നത്? ഖുശൂ ഉണ്ടോ? അതല്ല അലസമായിട്ടാണോ? കപടന്മാരെ കുറിച്ച് പറഞ്ഞതുപോലെ ആളുകളെ കാണിക്കാൻ വേണ്ടി നമ്മൾ ആരും നിസ്കരിക്കില്ല വിചാരിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് തിരുത്തേണ്ടതാണ്. പിന്നെ അവസാനം പറഞ്ഞതോ, അള്ളാഹുവിനെ വളരെ കുറച്ച് മാത്രമേ കപടന്മാർ ഓർക്കുന്നുള്ളൂ നമസ്കാരത്തിൽ.
നമ്മൾ നിസ്കാരം നമ്മോട് ചോദിച്ചു, നമ്മൾ കയ്യെട്ടി സലാം വിടുന്ന ഇടക്ക് അള്ളാഹുവിനെ ഓർക്കുന്നതാണോ കൂടുതൽ, അല്ല നാട്ടുകാര്യങ്ങളും കുടുംബവും കച്ചവടവും മറ്റ് കിട്ടാനുള്ള പൈസയും കൊടുക്കാനുള്ള പൈസയും പോകാനുള്ള സ്ഥലവും കല്യാണത്തിന്റെ ഡേറ്റും ഇതൊക്കെയാണോ ഓർക്കുന്നത് എങ്കിൽ നമ്മൾ ഈ കപട വിശ്വാസികളെ പോലെയാണ്. എപ്പോഴും കുറച്ചൊക്കെ അള്ളാഹിനെ ഓർക്കുന്നു, ബാക്കി കൂടുതൽ നമസ്കാരത്തിൽ വേറെന്തൊക്കെ ഓർക്കുന്നു. അപ്പൊ ഒരിക്കലും നമ്മൾ അങ്ങനെ നമ്മുടെ നമസ്കാരം അങ്ങനെ ആകാൻ പാടില്ല. പിന്നെ വൈലുലിൽ മുസല്ലീൻ, നമസ്കരിക്കുന്നവർക്ക് നാശം. അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കരിക്കാത്തവർ നല്ല പറയണത്, നമസ്കരിക്കുന്നവർക്കാണ് നാശം. എന്തുകൊണ്ട് നാശം? അവർ അവരുടെ നമസ്കാരത്തെക്കുറിച്ച് അശ്രദ്ധരാകുന്നു. നേരത്തെ പറഞ്ഞില്ല, കുറച്ചേ അള്ളാനെ ഓർക്കുന്നുള്ളൂ, അശ്രദ്ധമായി അലസമായി നമസ്കരിക്കുന്നു. അല്ലദീനഹും യുറാഊൻ, ആളുകളെ കാണിക്കുന്നവരുമാണ്. നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഇവിടെ ആവർത്തി വരാൻ, അവർക്ക് നാശമുണ്ട്. ഇത് നമ്മൾ സാധാരണ നമുക്കറിയുന്ന സൂറത്താണ്. അതുപോലെ സ്വർഗക്കാർ, അവിടെ ഉണ്ടാകുന്ന ചോദ്യങ്ങളുണ്ട്. നരകക്കാരോടുള്ള ചോദ്യമുണ്ട്, നരകക്കാർ ഇങ്ങോട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്, സംഭാഷണങ്ങളുണ്ട്. ഇതൊക്കെ നരകത്തിൽ സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ആ സംഭാഷണങ്ങൾ കാണാം. ആ കൂട്ടത്തിൽ മാ സലക്കക്കും ഫീ സഖർ, നരകവാസികളോട് ചോദിക്കാണ്, നിങ്ങളെ നരകത്തിൽ പ്രവേശിച്ചത് എന്താണ്, എന്തുകൊണ്ട് നിങ്ങൾ നരകത്തിലെത്തിപ്പോയി? സ്വർഗക്കാർ അങ്ങോട്ട് ചോദിക്കാൻ, യതസാഅലൂൻ, പരസ്പരം ചോദിക്കുന്നു, നിങ്ങൾ എങ്ങനെ ഇവിടെ എത്തി, നരകത്തിലെത്തിയത്? ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ടവരായിരുന്നില്ല. നരകക്കാരെ മറുപടിയാണ്, നമസ്കരിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. പിന്നെ വേറെയും കുറെ കാര്യങ്ങളോടെ പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ കാര്യം ഇവിടെ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല ഞങ്ങൾ എന്നതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയത്തുള്ള ആ നബി പനി പിടിച്ചു കിടന്ന ദിവസങ്ങൾ, അവിടെ നബിന്റെ ഒരുപാട് ഉപദേശങ്ങൾ നമുക്ക് കാണാം. തൗഹീദുമായി ബന്ധപ്പെട്ടത്, ശിർക്കിനെ താക്കീത് ചെയ്തുകൊണ്ട് വിഗ്രഹങ്ങളെ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച്, അതുപോലെ ജാറങ്ങൾ കെട്ടിപ്പൊക്കുന്നതിനെ സംബന്ധിച്ച്, ജൂതക്രിസ്ത്യാനികളുടെ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് താക്കീത്, ഇതൊക്കെ കാണാൻ പറ്റും. ഇതേപോലെ നബി മരിക്കുന്ന സമയത്ത് ആഖിറു വസിയ്യ, അവസാന സമയത്തുള്ള നബിന്റെ വസിയത്ത് എന്താണ്? ഇമാം അഹ്മദ് ബിൻ ഹംബൽ അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ചൊരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ പിന്നെ പറയുന്നതായി കാണാൻ സാധിക്കും. എന്താണ് ഇത്? അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ഇവിടെ ഉള്ളത്. അവസാനത്തെ നബിന്റെ വാക്ക് എന്താണ്? അസ്വലാത്ത് വമാ മലക്കത്ത് അയ്മാനുക്കും, അസ്വലാത്ത് വമാ മലക്കത്ത് അയ്മാനുക്കും, നമസ്കാരത്തെ, എന്നാൽ നമസ്കാരത്തെ സൂക്ഷിക്കണം. ആരോടാ ഇത് പറയുന്നത്? നബിന്റെ അടുത്തുള്ളതാരാ? നബിന്റെ ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹ, മറ്റ് നബിന്റെ ഭാര്യമാര്, അങ്ങനെയുള്ള ആളുകളാണ് നബിന്റെ അടുത്തുള്ളത്. അവിടെ ആ ആളുകളോട്, വേറെ ആരോടല്ല, നമ്മളോടല്ല, ആ നമസ്കാരത്തിൽ അങ്ങേയറ്റത്ത് താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകളോട് നബിന്റെ ഉപദേശം അസ്വലാത്ത്, നമസ്കാരത്തെ സൂക്ഷിക്കണം, നമസ്കാരത്തെ സൂക്ഷിക്കണം. രണ്ടാമത്തത് നിങ്ങളുടെ വലങ്കൈ ഉടമപ്പെടുത്തിയ ആളുകൾ, എന്നാൽ നിങ്ങളുടെ കീഴിലുള്ള അടിമകളെയും നിങ്ങൾ സൂക്ഷിക്കണം. എന്നിട്ട് നബിന്റെ ഭാര്യമാരിൽപ്പെട്ട ചില ആളുകൾ ശബ്ദം മേലോട്ട് വരുന്നില്ല, ചെവി നബിന്റെ ചുണ്ടിന്റെ അടുക്കിലേക്ക് വെച്ച് നോക്കി. അപ്പൊ നബി പറയുന്നത് എന്താ? യുഗർഗിറു ബിഹാ സദ്റുഹു, നബിന്റെ ഇവിടെ ഗറ ഗറ എന്നാണ് ആ തൊണ്ടേ കിടന്ന് കവന്തളക്ക് അറിയാല, ഇങ്ങനെ കവന്തളക്ക്, അതാണ് ഗറ ഗറ. അങ്ങനെ നബി അവസാന സമയത്ത് വമാ യകാദു യുഫീലു ബിഹാ ലിസാനുഹു, നബിന്റെ നാവ് ആ വാക്കുമായി കൊണ്ട് പുറത്തേക്ക് വരുന്നില്ല, എന്നാൽ വാചകമായി പുറത്തേക്ക് വരുന്നില്ല. അങ്ങനെ മരണം തൊണ്ടക്കുയിലെത്തിയ അവസാന സമയത്ത്, ആ സമയത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക് ഇതാണ്, അസ്വലാത്ത് വമാ മലക്കത്ത് അയ്മാനുക്കും, നമസ്കാരത്തെ സൂക്ഷിക്കണം. ഇതാണ് നബിന്റെ അവസാനത്തെ വസിയ്യത്ത്. അതിന്റെ മുമ്പ് തൗഹീദിനെ സംബന്ധിച്ചും ശിർക്കിനെതിരിലൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഹദീസുകളിൽ കാണാം. പക്ഷെ അവസാനത്തെ വസിയ്യത്ത് എന്ന് പറയുന്നത് ഇതാണ്. ഇതിൽ നിന്നും എത്രത്തോളം ഗൗരവപ്പെട്ടതാണ് നബിയുടെ അവസാനത്തെ വസിയ്യത്ത് നമസ്കാരമായി എന്നത്, ആ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് പറയുമ്പോ 5 നേരത്തെ ഫർള് നമസ്കാരങ്ങൾ മാത്രമല്ല, 5 നേരത്തെ ഫർള് നമസ്കാരത്തിന്റെ പുറമെ ജുമഅയെ വേറെ എണ്ണിയത് കാണാം. ജുമഅയും ളുഹറും ഒരിക്കലും ഒരുപോലെയല്ല. അപ്പൊ പാപങ്ങൾ പുറത്തു കൊടുക്കും എന്ന് പറയുന്ന കൂട്ടത്തിൽ 5 നേരത്തെ നമസ്കാരവും പിന്നെ വൽ ജുമഅത്തു എന്ന് വേറെ ഹദീസിൽ എണ്ണിയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ എന്താ 5 നേരത്തെ നമസ്കാരത്തിൽ പെട്ടതാണ് ജുമഅയും. എന്നാൽ ജുമഅയും ളുഹറും രണ്ടും ഒന്നല്ല, രണ്ടും രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഖുർആനിലും ഹദീസിലും ജുമഅയെ വേറെ എണ്ണിയിട്ടുണ്ട്. അപ്പൊ 5 നേരത്തെ നമസ്കാരങ്ങൾ, ജുമഅ നമസ്കാരം, ഫർള് നമസ്കാരങ്ങളുടെ അപ്പുറവും ഇപ്പുറവുമുള്ള റവാത്തിബ് സുന്നത്തുകൾ, റവാത്തിബ് അല്ലാത്ത സുന്നത്തുകൾ, 2 പെരുന്നാൾ നമസ്കാരം, രാത്രി നമസ്കാരം, ളുഹ നമസ്കാരം, പള്ളി കയറിയാലുള്ള തഹിയ്യത്ത് നമസ്കാരം, സൂര്യ ചന്ദ്ര ഗ്രഹണ നമസ്കാരങ്ങൾ, മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ഇസ്തിസ്ഖാ നമസ്കാരം. ഒരു കാര്യം നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിൽ ഖൈറ് തേടിക്കൊണ്ടും ഷർറാണെങ്കിൽ തടുക്കാൻ വേണ്ടിയും അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നടത്തുന്ന സലാത്തുൽ തിഹാറ, ഖൈറായത് ചോദിച്ചുകൊണ്ടുള്ള നമസ്കാരം, മരിച്ച ആൾക്ക് വേണ്ടി പൊറുക്കല് തേടിക്കൊണ്ട് നമസ്കരിക്കുന്ന ജനാദ നമസ്കാരം, ഇങ്ങനെ ഒരുപാട് നമസ്കാരങ്ങളുണ്ട്. ഇതൊക്കെ ഈ പറഞ്ഞ
ഇതുപോലെ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങൾ നബി എങ്ങനെ ചെയ്തുവോ അങ്ങനെ നമസ്കരിക്കണം. വെറും 5 വക്ത് നമസ്കാരത്തിന് മാത്രമുള്ളതല്ല നബി നമസ്കരിച്ചതുപോലെ നമസ്കരിക്കുക എന്ന് പറയുന്നത്. ഇനി മരിച്ചു കഴിഞ്ഞ് പരലോകത്തെത്തിയാൽ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഒന്നാമതായി ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയം എന്താ? ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തുഹു. ഖിയാമത്ത് നാളിൽ ഒരു അടിമ വിചാരണ ചെയ്യപ്പെടുന്നതിൽ ഒന്നാമത്തെ കാര്യം അവന്റെ പ്രവർത്തനങ്ങളിൽ വെച്ച് സ്വലാത്തുഹു, അവന്റെ നമസ്കാരമാകുന്നു. വേറെ ചില കാര്യങ്ങൾ, മനുഷ്യന്റെ രക്തം, വേറെ തന്നെ രക്തം ചിന്തുകയോ കൊല നടത്തുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറെ ഹദീസിലുണ്ട്, അത് മനുഷ്യനുമായി ബന്ധപ്പെട്ടതാണ്. ഇത് അള്ളാഹുവും മനുഷ്യനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്താ? നമസ്കാരമാണ്. അപ്പോ ആ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമതായി വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരമായിരിക്കും. ഈ വിഷയത്തിൽ ഒന്നിലധികം ഹദീസുകൾ നമുക്ക് കാണാം. ഇബ്നു മാജ ഉദ്ധരിച്ചതും അതുപോലെ തന്നെ തിർമിദി ഉദ്ധരിച്ചത്, ഇമാം അഹ്മദ്, പല ആളുകളും ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഹദീസിലൊക്കെ പറഞ്ഞതാണ് ഒന്നാമതായി വിചാരണ, അതായത് മനുഷ്യനും അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആദ്യം വിചാരണ ചെയ്യപ്പെടുന്നത് നമസ്കാരത്തിന്റെ വിഷയമായിരിക്കും. ഇനി നമസ്കാരത്തിന്റെ വിഷയമാണ് എന്ന് മാത്രമല്ല, നമസ്കാരം ഏറ്റവും കൃത്യമായി നമസ്കരിക്കണം. എല്ലാ വിഷയവും നബി പഠിപ്പിച്ചതുപോലെയാണ് ചെയ്യേണ്ടത്. പക്ഷെ 2 കാര്യങ്ങൾ നബി പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്. എല്ലാം നബി ചെയ്തതുപോലെയാണ് ചെയ്യേണ്ടത്. പക്ഷെ 2 സംഗതികൾ പ്രത്യേകം നബി പറഞ്ഞിട്ടുണ്ട്. ഞാൻ എങ്ങനെ നമസ്കരിക്കുന്ന കാര്യങ്ങൾ കണ്ടുവോ അങ്ങനെ നമസ്കരിക്കണം. അതിന്റെ അർത്ഥം ബാക്കിയുള്ളതൊക്കെ തോന്നി നമസ്കരിക്കുന്ന അല്ല. പക്ഷെ 2 കാര്യങ്ങൾ, അതിലൊന്ന് നമസ്കാരം, രണ്ടാമത്തത് ഹജ്ജാണ്. ഖുദൂ മനാസിക്കക്കും, നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങൾ, ഉംറന്റെ കർമ്മങ്ങൾ നിങ്ങൾ എന്നിൽ നിന്ന് സ്വീകരിക്കുക. അടുത്ത വർഷം ഞാൻ ഹജ്ജിനുണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാം നബി ചെയ്തതുപോലെയാണ് ചെയ്യേണ്ടത്. പക്ഷെ 2 സംഗതി നബി പ്രത്യേകം പറഞ്ഞു. ഒന്ന് നമസ്കാരമാണ്, മറ്റൊന്ന് ഹജ്ജാണ്. അപ്പൊ ഇവിടെ പരലോകത്ത് അള്ളാഹു മനുഷ്യനെ വിചാരണ ചെയ്യും. നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ശേഷം അതിന്റെ ബാക്കി ഭാഗത്ത് നമസ്കാരം വിചാരണ ചെയ്ത്, നമസ്കാരം ഒരാൾ പൂർണ്ണമായി നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അവന്റെ കർമ്മങ്ങൾ പൂർണ്ണമായി രേഖപ്പെടുത്തപ്പെടും. ഇനി ഒരാൾ നമസ്കാരം പൂർണ്ണമല്ല എന്ന് പറഞ്ഞാൽ അതിൽ വീഴ്ചകൾ ഉണ്ടാവുമല്ലോ. ഏറ്റവും നബി റുക്കൂ പോയതുപോലെ അല്ല പോയത്, സുജൂദ് പോയതുപോലെ അല്ല പോയത്, അത്തയ്യാത്ത് അങ്ങനെയല്ല ഇരുന്നത്, അതിലൊക്കെ നമുക്ക് തകരാറ് സംഭവിച്ചിട്ടുണ്ട്, വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. മനസ്സെപ്പോഴും അള്ളാന്റെ കൂടെയല്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാറിപ്പോയിട്ടുണ്ട്. അപ്പൊ നമസ്കാരം പൂർണ്ണമല്ല എങ്കിൽ അള്ളാഹു മലക്കുകൾ പറയും, ഹൽ തജിദൂന ലി അബ്ദി മിൻ തതവ്വുഇൻ, എന്റെ അടിമക്ക് സുന്നത്തായ വല്ലതും നമസ്കാരവും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. ഫർള് നോക്കി, ഫർള് പൂർണ്ണല്ല, അപ്പൊ പോരായ്മ പരിഹരിക്കണം. അതിനെന്താ നോക്കാൻ പറയുന്നത്? സുന്നത്ത് നിസ്കാരങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ? ഫഅക്മിലൂ ബിഹ, അങ്ങനെ സുന്നത്തവൻ ഉണ്ടെങ്കിൽ ആ സുന്നത്ത് നമസ്കാരങ്ങൾ കൊണ്ട് മാ ലയ്യ മിൻ ഫരീദത്തിഹി, അവന്റെ ഫർളിൽ നിന്ന് അവൻ നഷ്ടപ്പെടുത്തിയതെന്തോ അത് നിങ്ങൾ പൂർത്തിയാക്കുക. അപ്പൊ ഫർള് നമസ്കാരത്തിൽ വന്നിട്ടുള്ള കുറവ് നികത്താൻ ഉള്ള കാര്യം സുന്നത്താണ്. സുന്നത്തെടുത്തിട്ട് ഫർളിന്റെ പോരായ്മയെ നികത്തി ഫർളിനെ പരിപൂർണമാക്കും. സുമ്മ തൂഖദുൽ അഅമാലു അലാ ഹസബി ദാലിക, പിന്നെ മറ്റ് അമലുകൾ സ്വീകരിക്കപ്പെടുക ഇതിനനുസരിച്ചായിരിക്കും. വേറെ റിപ്പോർട്ടിൽ സുമ്മ യകൂനു സായിറു അമലിഹി അലാ ദാലിക, 2 ഒരേ അർത്ഥം തന്നെ. ഇതൊരു ഗൗരവപ്പെട്ട വിഷയമാണ്. എന്ന് പറഞ്ഞാൽ എന്താ? ഇത് പണ്ഡിതന്മാർ വിശദീകരിച്ചു കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട നമസ്കാരമാണ് ആദ്യം വിചാരണ ചെയ്യുന്നത്. അത് പരിപൂർണമാണോ എന്ന് നോക്കും. പോരായ്മയുണ്ടെങ്കിൽ സുന്നത്തെടുക്കും. എന്നിട്ട് മറ്റ് അമലുകൾ ഇപ്രകാരമായിരിക്കും സ്വീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, നമസ്കാരത്തിന്റെ കോളം, അതിന്റെ മാർക്ക്, അതിന്റെ ഗ്രേഡ് എത്ര കണ്ട് പൂർണ്ണമാണോ അതിനനുസരിച്ചാണ് മറ്റു പ്രവർത്തനങ്ങളുടെ പൂർണ്ണത അള്ളാഹു പരിഗണിക്കുക. അപ്പൊ നമസ്കാരം അപൂർണമാണെങ്കിൽ മറ്റൊന്നും കിട്ടണില്ലെന്നുണ്ടാവും. നോമ്പാകട്ടെ, സക്കാത്താവട്ടെ, ഹജ്ജാകട്ടെ, മറ്റ് കർമ്മങ്ങളാകട്ടെ, അതിലൊക്കെ കുറവ് വരും. ഇത് പൂർണ്ണമാണോ എങ്കിൽ മറ്റു കാര്യങ്ങളെയും അള്ളാഹു എന്ത് ചെയ്യും? പൂർണ്ണമായി സ്വീകരിക്കും. അപ്പൊ നമ്മുടെ എല്ലാ അമലുകൾക്കും പൂർണ്ണമായ പ്രതിഫലം കിട്ടണമെങ്കിൽ അടിസ്ഥാന യോഗ്യത എന്താണ്? നമസ്കാരത്തിന്റെ വിഷയം പൂർണ്ണമാവുക എന്നതാണ്. അപ്പം ഗൗരവം മനസ്സിലായോ? എല്ലാ ഇബാദത്തുകളെക്കാളും ഏറ്റവും ശ്രദ്ധാപൂർവം നമ്മൾ നിർവഹിക്കേണ്ടുന്ന, കണിശത കാണിക്കേണ്ടുന്ന വിഷയം നമസ്കാരമാണ്. നമസ്കാരം പൂർണ്ണമായോ മറ്റത് അള്ളാഹു കൂടെ കൂട്ടിത്തരും. നമസ്കാരം അപൂർണമാണോ ആ കുറവ് അള്ളാഹു പരിഹരിക്കില്ല. ശിർക്കുള്ള ഒരുത്തനും സ്വർഗത്തിൽ പോവുകയില്ല. എന്നാൽ തൗഹീദുള്ളവർ നരകത്തിൽ പോയെന്ന് വരും. എന്തുകൊണ്ട്? തിന്മ കൂടുതലാണെങ്കിൽ നരകത്തിൽ പോകേണ്ടി വരും. പക്ഷെ നരകത്തിൽ പോയ ആളെ നരകത്തിൽ നിന്ന് അള്ളാഹു തിരിച്ചു കൊണ്ടുവരും. എന്തുണ്ടെങ്കിൽ? തൗഹീദുണ്ടെങ്കിൽ. ഇതുമായി ബന്ധപ്പെട്ട കുറെ ഹദീസ് കാണാം. പക്ഷെ നരകത്ത് പോയ എന്താ ചെയ്യാ? കത്തിക്കരിഞ്ഞൂലേ? കത്തിക്കരിയും. തൊലി കരിഞ്ഞു പോകുമ്പോ പുതിയ തൊലി അള്ളാഹു കൊടുക്കും. കുല്ലമ നദിയത്ത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹ ലിയദൂഖുൽ അദാബ്. ഖുർആൻ പറഞ്ഞു കാണാം. തൊലി വെന്തു പോയാൽ പുതിയ തൊലി അള്ളാഹു കൊടുക്കും, അവർ വേദന ആസ്വദിക്കാൻ വേണ്ടി. ഇത് ഖുർആനിൽ പറഞ്ഞതാണ്.
എന്നാൽ ഒരുപാട് ഹദീസുകളിൽ നമുക്ക് കാണാം, നീണ്ട ഹദീസുകൾ. അള്ളാഹു വിചാരണ നടത്തി, സ്വർഗ്ഗക്കാർ സ്വർഗ്ഗത്തിലേക്ക് പോയി, നരകക്കാർ നരകത്തിലേക്ക് പോയി, തിന്മ കൂടുതൽ ചെയ്ത ആളുകളും നരകത്തിൽ പോയി. എന്നിട്ട് പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിധി പറയലും തീരുമാനമാക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ മലക്കുകളോട് അള്ളാഹു കൽപ്പിക്കുന്നു, നരകത്തിൽ നിന്ന് നിങ്ങൾ ചില ആളുകളെ പുറത്തേക്ക് കൊണ്ടുവരണം. ആരാണത്? മൻ കാന ലാ യുശ്രികു ബില്ലാഹി ശൈഅ, അള്ളാഹുവിൽ യാതൊന്നും പങ്കു ചേർത്തിട്ടില്ലാത്ത ആളുകളെ നിങ്ങൾ നരകത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരണം. കാരണം എന്താ? ശിർക്ക് ചെയ്തിട്ടില്ല, തൗഹീദ് ഉണ്ട്, പക്ഷെ കുറെ തിന്മ ചെയ്തിട്ടുണ്ട്. കള്ളുടിച്ചവരുണ്ടാവും, വ്യഭിചരിച്ചവരുണ്ടാവും, കട്ടവനുണ്ടാവും. ഇതൊക്കെ ഹദീസ് തന്നെ വന്നതാ. അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകാം. എന്നിട്ട് വീണ്ടും പറയണാണ് മിമ്മൻ യഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ശിർക്ക് ചെയ്യാത്ത എന്ന് പറഞ്ഞാൽ പിന്നെ വിശദീകരിക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ അങ്ങനെ മലക്കുകൾ നരകത്ത് പോയി നോക്കും. ഈ നരകത്തിൽ നിന്ന് ശിർക്ക് ഇല്ലാത്ത തൗഹീദുള്ള ആളുകൾ ആരാണ് എന്നിവർ തിരിച്ചറിയുക എങ്ങനെയാണ്? യഅരിഫൂനഹും ബി അഥരി സുജൂദി, സുജൂദിന്റെ അടയാളങ്ങൾ കൊണ്ട് നരകത്തിലുള്ള ഈ തൗഹീദിന്റെ ആളുകളെ മലക്കുകൾ തിരിച്ചറിയും. തഅക്കുലുൻ നാറു മിൻ ഇബ്നി ആദം ഇല്ലാ അഥറ സുജൂദ്, മനുഷ്യനിൽ നിന്ന് നരകം എല്ലാറ്റിനെയും തിന്നുകളയും, എന്തല്ലാതെ സുജൂദിന്റെ അടയാളമൊഴികെ. ഹറമല്ലാഹു അലന്നാരി അൻ തഅക്കുല അഥറ സുജൂദ്, നരകത്തിന്റെ മേൽ അള്ളാഹു ഹറാമാക്കിയിട്ടുണ്ട് സുജൂദിന്റെ അടയാളത്തെ തിന്നുന്നതിനെ. അപ്പൊ നരകത്തോട് അള്ള പറയാണ്, നീ തിന്നാൻ പാടില്ല. എന്ത്? നരകത്ത് കിടക്കുന്ന തൗഹീദുള്ളവന്റെ സുജൂദിന്റെ അടയാളങ്ങളെ തിന്നരുത്. അപ്പൊ നരകത്ത് കിടന്നിങ്ങനെ കത്തിക്കരിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ചില ഭാഗങ്ങൾ കരിയുകയില്ല. അതേതാ? അഥറു സുജൂദ്. ഈ അടയാളം കണ്ടിട്ടാണ് മലക്കുകൾ അവരെ നരകത്തിൽ നിന്ന് കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുപോയിട്ട് സ്വർഗത്തിലേക്കാക്കും. അതൊക്കെ വിശദമായി ഹദീസുകളിൽ കാണാം. ഇനി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ ഇതേ കാര്യം, മൻ കാന യഅ്ബുദുല്ലാഹ്, ആദ്യത്തെ ഹദീസിലുള്ളത് ശിർക്ക് ചെയ്യാത്തവൻ. ഇവിടെ പറഞ്ഞ എന്താ? രണ്ടും ഒരേ കാര്യം തന്നെ. അള്ളാഹുവിനെ ആരാധിച്ചിരുന്ന ആളുകളെ കൊണ്ടുവരിക. എന്നിട്ട് നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ട്. അവർ നരകത്ത് കിടന്ന് കരിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ ഈ ഭാഗങ്ങൾ മാത്രം കരിയുകയില്ല. ഏത്? അഥറു സുജൂദ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഇതിനെ വിശദീകരിച്ചത് അഥറു സുജൂദ് എന്ന് പറഞ്ഞാൽ സുജൂദിൽ നിലത്ത് വെക്കുന്ന 7 അവയവങ്ങളാണ്. ഏതാ? നെറ്റി, മൂക്ക്, 2 കൈപ്പത്തികൾ, 2 കാൽമുട്ട്, 2 കാലിന്റെയും 10 വിരലിന്റെ വള്ളഭാഗം. നമ്മൾ സുജൂദായാലും തള്ളവിരൽ മാത്രമേ നിലത്ത് വിടുള്ളൂ, 10 വിരലും നിലത്ത് പതിയണം. ഈ 7 അവയവങ്ങളാണ് അഥറു സുജൂദ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ വുളുവിന്റെ അടയാളങ്ങൾ, അതും ഹദീസുകൾ വന്നതാണ്. വുളു എടുത്ത ആളുകൾ പരലോകത്ത് അവരുടെ മുഖം പ്രകാശിക്കും. അതാണ് ഉറൻ, മുഖം പ്രകാശിക്കുന്നവരായും. കൈകാലുകൾ, കയ്യും കാലും അതൊക്കെ ഒന്നോർക്കുമ്പോൾ കഴുകണ ഭാഗങ്ങളാണല്ലോ, ഇത് പ്രകാശിക്കുന്നവരായും പരലോകത്ത് വരും. ഇത് കണ്ടിട്ടും അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് വ്യാഖ്യാനിച്ച ആളുകളുണ്ട്. ഏതായിരുന്നാലും ഇവിടെ നമസ്കാരവും അതുപോലെ തന്നെ വുളുവും ഇത് പ്രത്യേകമായി തിരിച്ചറിയപ്പെടും. അത് മനസ്സിലാക്കിയിട്ടാണ് മലക്കുകൾ നരകത്തിൽ നിന്ന് ആളുകളെ കൊണ്ടുവരുന്നത്. വേറൊരു അടയാളമില്ല. അപ്പൊ ആ അടയാളത്തിൽ പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമസ്കരിക്കണം. നമസ്കാരത്തായല്ല ഉദ്ദേശിക്കുന്നത്, ഒരു താമ്പുമില്ലാത്തണ്ടാവും, നമ്മൾ കാണാത്ത അടയാളങ്ങൾ അതിനുണ്ടാവും. അള്ളാഹുവാണുള്ള അടയാളങ്ങൾ രേഖപ്പെടുത്തുന്നവൻ. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരത്തെ എങ്ങനെ കണ്ടു? ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിവിടെ ചുരുങ്ങി ചില കാര്യങ്ങൾ മാത്രം ഉദാഹരണത്തിന് പറയുന്നുള്ളൂ. ശുഇലത്തു ഖുർറത്തു ഐനി ഫിസ്സലാത്ത്, നമ്മൾ നമസ്കാരത്തെ എങ്ങനെ കാണുന്നു? നിസ്കരിക്കാൻ ഒരു ഇടങ്ങേറിച്ച വിഷയ പലർക്കും, അല്ലെ? നബിയോ, എന്റെ കൺകുളിർമ എന്റെ നമസ്കാരത്തിലാണ്. കൺകുളിർമ എന്താ? ഏറ്റവും മനസ്സിന്റെ കുളിർമ, സന്തോഷന കൺകുളിർമ, കണ്ണു കുളിർക്കുക. എന്റെ കൺകുളിർമ നിശ്ചയിക്കപ്പെട്ടത് ഫിസ്സലാത്തി, നമസ്കാരത്തിലാകുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിന് ഏറ്റവും സന്തോഷം നമസ്കാരം കൊണ്ടാണ്. അതുപോലെ ഇഖാമത്ത് കൊടുക്കാനാകുമ്പോ ബിലാലിനോട് നബി പറയും, യാ ബിലാൽ അഖിമിസ്സലാ അരിഹ്നാ ബിഹാ, ബിലാലെ നീ ഇഖാമത്ത് കൊടുക്കുക, നമസ്കാരം കൊണ്ട് നമുക്ക് നീ ആശ്വാസം നൽകും. അപ്പൊ നബി നമസ്കാരത്തിലൂടെയാണ് കൺകുളിർമ കണ്ടെത്തിയതും റാഹത്ത്, ആശ്വാസം കണ്ടെത്തിയതും. നമുക്ക് അങ്ങനെയാണോ? നമസ്കരിച്ചാൽ കൺകുളിർമയുണ്ടോ? മനസ്സിന് ആശ്വാസമുണ്ടോ? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുമ്പോൾ മുത്തറിഫ് എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിന്റെ പിതാവിലും ധരിക്കാൻ, ഞാൻ നബി നമസ്കരിക്കുമ്പോൾ കണ്ടു നബിയുടെ നെഞ്ചിൽ നിന്ന് അസീസുൻ കഅസീസിർ റഹ മിനൽ ബുകാഇ, കരച്ചില് കാരണത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നെഞ്ചിൽ നിന്ന് ഒരു ഞെരക്കം ഞാൻ കേട്ടു. ഏതുപോലെ? കഅസീസിർ റഹ. റഹ എന്ന് പറഞ്ഞാല് ഗ്രൈൻഡർ പോലെ പണ്ട് ഉപയോഗിച്ചിട്ട് മരത്തിന് ചക്കില്ലേ, കൊപ്പര വെള്ളം കാട്ടാൻ വേണ്ടിയിട്ട് അതിനൊരു കരകര ഒരു ശബ്ദം ഉണ്ടാകുമല്ലോ അങ്ങനെ കറക്കുമ്പോ,
ആ ചക്കിന്റെ ശബ്ദം പോലെ അല്ലെങ്കിൽ ഗ്രൈൻഡറിന്റെ ശബ്ദം പോലെ ഒരു ഞരക്കം നബിയുടെ നെഞ്ചിൽ നിന്ന് എനിക്ക് കേൾക്കാൻ സാധിക്കും. ഇമാം അഹ്മദിന്റെ വേറെ റിപ്പോർട്ടിലുള്ളത് അസീസിൽ മിർജൽ എന്നാണ്. ചട്ടിയുടെ കലത്തിന്റെ അടുപ്പത്ത് വെച്ച് തിളക്കുമ്പോണ്ടാകുന്ന ഒരു ആ ശബ്ദം പോലെ നബിയുടെ നെഞ്ചിൽ നിന്ന് ഒരു കരച്ചിലെ ശബ്ദം ഞാൻ കേട്ടിരുന്നു എന്ന്. ഇനി നബിയും മരണരംഗവും അവിടെയും നമസ്കാരത്തിന്റെ പ്രാധാന്യം, നബി നമസ്കാരത്തിന് എത്രത്തോളം, ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ഹദീസ് കാണാൻ ഞാൻ ചുരുക്കം മാത്രം പറയാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, നബി രോഗം മൂർച്ഛിച്ചു, നബിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചുവോ? നബി നോക്കണം, വാതിലപ്പത്ത് നബിന്റെ വീട്, ഇങ്ങോട്ട് കടന്ന പള്ളിയാ, അവിടെ നിന്ന് ഇങ്ങോട്ട് കടക്കാൻ നബിക്ക് കഴിയുന്നില്ല. അപ്പൊ നബി ചോദിക്കാൻ, നബി വന്നില്ലെങ്കിൽ സഹാബത്ത് നിസ്കരിക്കൂല, കാരണം നബിയാണ് ഇമാമ് കണ്ടത്. അപ്പൊ നബിക്ക് വരാൻ പറ്റില്ല. നബി ചോദിക്കാൻ, അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചുവോ? അപ്പൊ നബിന്റെ ഭാര്യമാര് പറഞ്ഞു, ഇല്ല, അവർ നിങ്ങളെ കാത്തിരിക്കുകയാണ്. അപ്പൊ നബി പറഞ്ഞു, നിങ്ങൾ ഒരു തളികയിൽ വെള്ളം കൊണ്ടുവരിക. അങ്ങനെ വെള്ളം കൊണ്ടുവന്നു എന്ന് നബിന്റെ ഭാര്യമാർ നബിയെ കുളിപ്പിച്ചു. അതിനിടയ്ക്ക് നബി എഴുന്നേൽക്കാൻ ഉദ്ദേശിച്ചു. അപ്പോൾ നബിക്ക് ബോധം പോയി. പിന്നീട് നബി ബോധമുണർന്നു. അപ്പോഴും നബി ചോദിക്കുന്നു, അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചുവോ? ഇല്ല. നേരത്തെ പറഞ്ഞ അതേ മറുപടി ആവർത്തിക്കുന്നു. വീണ്ടും കുളിപ്പിക്കാൻ പറയുന്നു, വീണ്ടും കുളിപ്പിക്കുന്നു. പിന്നെയും നബിക്ക് ബോധം പോകുന്നു, പിന്നെയും ഉണരുന്നു. മൂന്നാമത് നബി ചോദിക്കുന്നു, അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചുവോ? ഭാര്യമാർ മറുപടി പറയുന്നു, വീണ്ടും കുളിപ്പിക്കാൻ പറയുന്നു, വീണ്ടും കുളിപ്പിക്കുന്നു, ബോധം പോകുന്നു, പിന്നെ ബോധം തെളിയുന്നു. അപ്പോൾ നബി ചോദിക്കുന്നു, അസ്വല്ലന്നാസ്, ജനങ്ങൾ നമസ്കരിച്ചുവോ? നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ വീണ്ടും ആവർത്തിക്കുന്നു. ഇവിടെ പിന്നെ ബോധം പോയി, തെളിയുന്നില്ല. ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ നോക്കണം, അവിടെ 4 തവണ നബിന്റെ ഈ ചോദ്യം, 3 കുളി, 3 വട്ടം ബോധം പോകുന്നു, പിന്നെ 3 വട്ടം ബോധം തെളിയുന്നു. ഇതൊക്കെ നബിന്റെ അവസാന സമയത്തുണ്ടാകുന്ന അവസ്ഥകളാണ്. മരിക്കുന്നതിന് കുറച്ചു മുമ്പ് അബൂ സിദ്ദീഖിനെ ഇമാമായി നിശ്ചയിക്കുന്നത് ഈ സന്ദർഭത്തിലാണ്. പിന്നെ 16 17 വക്ത് അബൂ സിദ്ദീഖ് ഇമാമായി നമസ്കരിച്ചിട്ടുണ്ട് എന്നാണ് ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആ സമയത്ത് അബൂ സിദ്ദീഖിനോട് വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്നു, അബൂ സിദ്ദീഖിനോട് ഇമാമാകാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വജദ മിൻ നഫ്സിഹി ഖിഫ, കുറച്ചൊരു ശമനമുണ്ട് എന്ന് നബി കണ്ടപ്പോൾ 2 ആളുകളുടെ ഇടയിൽ, അതായത് ഒന്ന് നബിന്റെ മൂത്താപ്പ അബ്ബാസ്, മറുഭാഗത്ത് നബിന്റെ മകളുടെ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹു, 2 ആളുകളുടെ ചുമലിൽ തൂങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്ര ദൂരം അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നു. ചില റിപ്പോർട്ടിൽ നബി ഇങ്ങനെ കാലുകൾ ആടുന്നുണ്ടായിരുന്നു എന്ന് കാണാം. അത്രക്ക് നബി നിൽക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് 2 ആളുകളുടെ ചുമലിൽ തൂങ്ങി നബി വന്നത്. എന്നിട്ടും നബി പള്ളിയിൽ വന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. വന്നു, അബൂ സിദ്ദീഖ് അവിടെ ഇമാമായി തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അബൂ സിദ്ദീഖിന്റെ അങ്ങേ ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിൽക്കുന്നു, നബി ഇരിക്കുന്നു, ഇരുന്നിടത്ത് നമസ്കരിക്കുന്നു. നബിയെ തുടർന്നുകൊണ്ട് അബൂ സിദ്ദീഖ് നമസ്കരിക്കുന്നു. ഈ സംഭവം ഇമാം ബുഖാരി മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പൊ നോക്കൂ, മരിക്കുന്നതിന് തൊട്ടും പോലും അത്ര പ്രയാസത്ത് പോലും അവിടെ നബിന്റെ ചിന്ത എന്താ? ഞാൻ പോയിട്ടില്ലെങ്കിൽ പള്ളിയിൽ സഹാബത്ത് വെറുതെ വെക്കുകയല്ലോ, അവർ നമസ്കരിച്ചിട്ടുണ്ടോ? അസ്വല്ലന്നാസ്, ഇത് നബി ആവർത്തിച്ച് 4 വട്ടം ചോദിക്കാൻ. നടക്കാൻ കഴിയാത്ത നബി 2 ആളുടെ ചുമലിൽ തൂങ്ങി ആടി പള്ളിയിലേക്ക് വരുന്നു. അതും കഴിയാതായപ്പോഴാണ് പിന്നെ നബി വരാതായത്. ഇടക്കുള്ള ദിവസങ്ങളിൽ അബൂ സിദ്ദീഖിനെ ഇമാമായി നിർത്തുകയും ചെയ്തു. ഇത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർറത്തു ഐൻ, എന്റെ കൺകുളിർമ, അതുപോലെ തന്നെ റാഹത്ത്, ഇതൊക്കെ നമസ്കാരത്തിലാണ് എന്ന് നബി പറഞ്ഞത്. ഈ വിഷമഘട്ടത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുക എന്ന് മാത്രമല്ല, ജമാഅത്തിൽ പങ്കെടുക്കാൻ നബി താല്പര്യം കാണിച്ചു. നമുക്ക് എന്തെങ്കിലും ഒരു എതിർ കിട്ടിയാൽ ജമാഅത്ത് ഒഴിവാക്കാനാണ് ശ്രമിക്കുക. നബി എങ്ങനെ സാധിക്കുമോ പള്ളിയിൽ പോകണം എന്ന നബിന്റെ ചിന്ത. നമ്മൾ നേരെ തിരിച്ചാണ്. ഇനി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടത്, രക്തസാക്ഷിയായത്, അദ്ദേഹം രക്തസാക്ഷിത്വം തരണമേ, നബിന്റെ ഈ നാട്ടിൽ, നിന്റെ റസൂലിന്റെ നാട്ടിൽ എന്നെ നീ മരിപ്പിക്കണമേ എന്നൊക്കെ ഉമർ ഖത്താബ് പ്രാർത്ഥിച്ചത് ഹദീസിൽ കാണാം. ആ പറഞ്ഞതുപോലെ മദീനയിൽ വെച്ച് തന്നെ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു മരിക്കുന്നു. അതൊക്കെ വേറെ ഹദീസിലുണ്ട്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത 3700 നമ്പർ ഹദീസ് കാണാം. അംർ ഇബ്നു മൈമൂൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് നീണ്ട ഹദീസാണ്. നമസ്കരിക്കാൻ ഉമർ ഖത്താബിന് കുത്തുകൊണ്ട ആ സുബ്ഹിന്റെ നമസ്കാരത്തിൽ എന്റെയും ഉമർ ഖത്താബിന്റെയും ഇടക്ക് അബ്ദുല്ലാഹിബ്നു അബ്ബാസ് അല്ലാതെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഉമർ, അബ്ദുല്ലാഹിബ്നു അബ്ബാസ് ബേക്കിൽ, അംർ ഇബ്നു മൈമൂൻ. ഉമർ ഖത്താബ് നമസ്കരിക്കാൻ നിൽക്കുമ്പോഴൊക്കെ സഫിന്റെ ഇടയിൽ കൂടെ നടന്നു നോക്കും. എന്നിട്ട് സഫ് നേരെയാക്കാൻ വേണ്ടി പറയും. വിടവുണ്ടെങ്കിൽ അത് നേരെയാക്കും. അന്ന് ഒരു വിടവും ഉമർ ഖത്താബ് ആളുകൾക്കിടയിൽ കണ്ടില്ല. നമ്മളിന്ന് വിട്ടുവിട്ടാ നിൽക്കുന്നത്, അടുത്തുനിന്നാ മറ്റോ അങ്ങോട്ട് നീങ്ങും. എന്നാൽ ഉമർ ഖത്താബും നബിയും ഒക്കെ പഠിപ്പിച്ചത് അതാണ്, അടുത്തടുത്ത് ചേർന്ന് നിൽക്കുക, ഇമാം അത് പരിശോധിക്കുക. നബി കുത്തി നേരെയാക്കിയെന്നൊക്കെ കാണാം. നേരെ നിർത്തി. ഒരു വിടവും കാണാത്തത് കൊണ്ട് ഉമർ മുന്നോട്ട് പോയി കൈ തക്ബീർ കെട്ടി സൂറത്ത് യൂസുഫോ സൂറത്ത് നഹ്ലോ പാരായണം ചെയ്തു 1ാമത്തെ റക്അത്തിൽ. എന്തിനാണ് നീട്ടി ഓതുന്നത്? വൈകി വരുന്ന ആളുകൾ കൂടി റക്അത്ത് കിട്ടാൻ. യജ്തമിഉൻ നാസ്. അങ്ങനെ നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ
കേട്ടു ഉമറിന്റെ ഒരു വാക്ക് എന്താണ്? ഖതലനി ഔ അഖലനി അൽ കൽബു, എന്നെ ഒരു പട്ടി, ഒരു നായ തിന്നിരിക്കുന്നു, അല്ലെങ്കിൽ എന്നെ കൊന്നിരിക്കുന്നു. അതാണ് കുത്ത് കിട്ടിയപ്പോൾ ഉമർ ഖത്താബ് പറഞ്ഞ വാക്ക്. എന്നെ ഒരു നായ കൊന്നിരിക്കുന്നു. കുത്ത് കിട്ടി എന്നാ മാരകമായ കുത്തല്ല, ആ കുത്തുകൊണ്ട് ഉമർ ഖത്താബ് മരിക്കുന്നത്. അപ്പോൾ പോലും ഉമർ ഖത്താബ് എന്താ ചെയ്യുന്നത്? തനാവല ഉമറു യദ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്, ഇമാമിന്റെ ഒതു പോയി ജയിക്കുക, അല്ലെ ഇമാം ബോധം കെട്ടു വീണു, അവിടെ ജമാഅത്ത് നിർത്താൻ പറ്റുമോ? ഇല്ല. എന്ത് ചെയ്യണം? ബാക്കിൽ നിൽക്കുന്ന ഒരാള് അങ്ങോട്ട് കയറിക്കണം, ഇമാമായി നിൽക്കണം, അല്ലെങ്കിൽ ഒരാൾ നിർത്തണം. ഇവിടെ കുത്തുകൊണ്ട ഉമർ റളിയല്ലാഹു അൻഹു, കാരണം ഉമർ ഖലീഫയാണ്, അപ്പൊ വേറെ ചിലപ്പോ കയറിന്നോളന്നില്ല. അതുകൊണ്ടാണ് ഉമർ എന്നെ ബാക്കിലുണ്ടായിരുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു കൈക്ക് പിടിച്ചിട്ട് ഫഖദ്ദമഹു, മുന്നോട്ട് നിർത്തി. ഉമർ ഖത്താബ് കുത്തുകൊണ്ട് രക്തം ഒലിച്ചു നിൽക്കുകയാണ്. ആ സമയത്ത് പോലും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ മുന്നോട്ട് നിർത്തി. അങ്ങനെ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു സലാത്തൻ ഖഫീഫത്തൻ, ലഘുവായി നമസ്കാരം പൂർത്തിയാക്കി. ഇത് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്ന അംർ ഇബ്നു മൈമൂൻ പറയാണ്, ഞാനും എന്റെ അടുത്തുള്ള ആളുകളൊക്കെ ഇത് കണ്ടു. ബാക്കിലുള്ള അപ്പുറത്തുള്ള ആളുകളൊന്നും ഇത് കാണുന്നില്ല. എന്താ അവിടെ സംഭവിച്ചത്? ഉമറിന്റെ ശബ്ദം നിലച്ചിരിക്കുന്നു, ഓതുന്നത് കേൾക്കുന്നില്ല. അതറിയാത്തത് കൊണ്ട് ബാക്കിൽ നിൽക്കുന്ന ആളുകളൊക്കെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നു. കാരണം എന്തു പറ്റി? എന്നൊക്കെ മറവി സംഭവിച്ചോ? അല്ലാതെ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്നു. കണ്ട ആളുകൾ ഇത് കണ്ട് നിൽക്കുന്നു, പക്ഷെ നമസ്കാരം പൂർത്തിയാക്കി. അപ്പൊ ഇവിടെ പറയാനുള്ള എന്താ? ആ സമയത്ത് പോലും ഉമർ ഖത്താബ് കുത്തുകൊണ്ട് രക്തമൊലിക്കുമ്പോൾ പോലും നമസ്കാരത്തെക്കുറിച്ചാണ് ചിന്ത. ഇനി മിസ്വർ ഇബ്നു മഖ്റമ റിപ്പോർട്ട് ചെയ്യുന്ന ഇമാം മാലിക് ഉദ്ധരിച്ച ഹദീസ് കാണാം. ഉമർ ഖത്താബിനെ സുബഹ്സ്കാരത്തിന് വേണ്ടി ഞാൻ വിളിച്ചു നിർത്തി. അപ്പോ ഉമർ അതെ എന്ന് പറഞ്ഞു. എന്നിട്ട് ആ സമയത്ത് അന്ന് ഉമർ പറഞ്ഞ വാക്കാണ് ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാ, നമസ്കാരം ഒഴിവാക്കുന്നവന് ഇസ്ലാമിൽ ഒരു സ്ഥാനവുമില്ല. എന്നിട്ട് കുത്തുകൊണ്ട ശേഷം ഉമർ നമസ്കരിച്ചു. വജുർഹുഹു യശ്അബു ദമൻ, രക്തത്താൽ അദ്ദേഹത്തിന്റെ കുത്തുകൊണ്ട മുറിവ് ഒലിച്ചുകൊണ്ടിരിക്കെ ഉമർ ഖത്താബ് നമസ്കരിച്ചു. ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഒരു തുണിയെടുത്ത് അദ്ദേഹം കെട്ടിനാണ്, ഹദീസിലെ പറഞ്ഞിട്ടില്ല. അങ്ങനെ നമസ്കരിച്ചു. അപ്പോഴും നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല. ജമാഅത്താടെ കഴിഞ്ഞു, പക്ഷെ കുത്തുകൊണ്ട് രക്തം വാർന്ന ഉമർ മുറിവ് രക്തമൊലിച്ചുകൊണ്ടിരിക്കെ നമസ്കാരം നിർവഹിച്ചു. ഇത് സ്വഹീഹാണ് എന്ന് അൽബാനി രേഖപ്പെടുത്തി കാണാം. തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തെ ആളുകൾ തടവിലാക്കി. ഹജ്ജിന്റെ സന്ദർഭത്തിൽ ദുൽഹിജ്ജ 12 മറ്റോ ആണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നത്. പള്ളിയിലേക്ക് പോകാൻ പോലും ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ വീട് വളഞ്ഞ ആളുകൾ, ആ കലാപകാരികൾ അനുവദിച്ചില്ല. ദീർഘമായി രാത്രി നമസ്കാരം നിർവഹിക്കുന്ന ആളായിരുന്നു എന്നാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാനെ കുറിച്ച് ഹദീസുകളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കെ ആണ് കുത്തുകൊണ്ട് വീണത്. അദ്ദേഹത്തിന്റെ രക്തം, ഖുർആനിലേക്ക് രക്തത്തുള്ളി ഒറ്റു വീണ ആയത്തേതാണ് എന്ന് വരെ ചില റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ പറ്റും. നമസ്കരിക്കാൻ പള്ളിയിൽ പോകാൻ അനുവദിക്കാതെ വിഷമിച്ച് വീട്ടുതടങ്കലിൽ ആ വീട്ടിൽ വെച്ച് ഒറ്റയ്ക്ക് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ആണ് ആര് കൊല്ലപ്പെടുന്നത്? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ കൊല്ലപ്പെടുന്നത്. 4ാം ഖലീഫ അലി റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ 3 കലാപകാരികൾ തീരുമാനമെടുക്കുകയും അവർ ഏകോപിച്ച് നിന്നു. അലി റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒളിഞ്ഞ് ഈ 3 ആളുകൾ നിന്നു. അങ്ങനെ അദ്ദേഹം പോകുന്ന വഴിക്കൊക്കെ ആളുകളെ വിളിച്ചുണർത്തും. ആര്? അലി ഭരണാധികാരിയാണ്, ഖലീഫ നാട്ടുകാരെ വിളിച്ചുണർത്തുകയാണ്. പോകുന്ന വഴിക്ക് ആളുകൾ വിളിച്ചുണർത്തും നമസ്കാരത്തിലേക്ക്. അങ്ങനെ അസ്വലാ അസ്വലാ, നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞു പോവാൻ. പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ വാളുമായി കൂട്ടത്തിലുള്ള 3 പേരിൽ ഷബീബ് എന്ന് പറയുന്ന ഒരു കലാപകാരി ഉമറിന്റെ നേരെ വെട്ടി. പക്ഷെ ആ വെട്ടുകൊണ്ടില്ല. അപ്പോഴേക്കും ഇബ്നു മുൽജം എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വാളുകൊണ്ട് അദ്ദേഹത്തിന്റെ തലക്ക് വെട്ടി. ഫസാല ദമുഹു അലാ ലിഹിയതിഹി, അലിയുടെ താടിയിലൂടെ രക്തമൊലിച്ചു. ഇത് ഇബ്നു കസീർ അദ്ദേഹത്തിന്റെ അൽ ബിദായ വന്നിഹായ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയതാണ്. അങ്ങനെ രക്തം താടിയിലൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന അലി റളിയല്ലാഹു അൻഹു ചരിത്രങ്ങളിൽ അസ്വല്ലൽ മുസ്ലിമൂൻ, ജനങ്ങൾ നമസ്കരിച്ചുവോ എന്ന് ചോദിക്കുന്ന ചരിത്രമാണ് ഞാൻ ഹദീസ് നോക്കി കണ്ടിട്ടില്ല. നമസ്കരിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഇവിടെ ഉമർ ചെയ്തതുപോലെ വഖദ്ദമ അലിയുൻ ജഅദത ഇബ്നു ഹുബൈറ ഇബ്നു അബി വഹ്ബിൻ ഫസല്ലാ ബിന്നാസി സലാത്തൽ ഫജ്ർ, കുത്തുകൊണ്ട അലി ജഅദത്ത് ഇബ്നു ഹുബൈറ എന്ന് പറയുന്ന ആളെ, സഹാബിയെ മുന്നോട്ട് നിർത്തി. എന്തിന്? നമസ്കരിക്കാൻ വേണ്ടി. അദ്ദേഹം പള്ളിയിൽ വന്ന ആളുകളെയുമായി നമസ്കാരം പൂർത്തിയാക്കി. ഇതാണ് അലി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഉമർ, ഉസ്മാൻ, അലി. പിന്നെ നബിയെക്കുറിച്ച് മനസ്സിലാക്കി. നബിയും 3 ഖലീഫമാരും
നമസ്കാരവുമായി ബന്ധപ്പെട്ട സമയങ്ങളിലാണ് മരണപ്പെടുന്നത്. നീ അബുസുദ്ദീഖിനെ നോക്കിയാൽ രക്തസാക്ഷിയുടെ സാധാരണ മരണമാണ്. പക്ഷെ അബുസുദ്ദീഖിന്റെ വാക്കുകളിലും ഈ പറഞ്ഞ വാക്ക്, ഉമർ ഖത്താബ് പറഞ്ഞ വാക്ക്, നമസ്കാരം ഒഴിവാക്കിയവന് ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ല, ഒരു ഹല്ലുമില്ല, ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞ റിപ്പോർട്ടുകൾ കാണാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്തിനാണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിന്മേൽ നിർത്തുക. ഈ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇനി വരുന്ന